Hello, subscribers. Welcome to our first live session on YouTube. We hope the slides are visible and we hope this is audible also. എല്ലാവർക്കും കേൾക്കാമോ? സ്ലൈഡ്സ് കാണാൻ പറ്റുന്നുണ്ടോ? പ്ലീസ് can you please respond in the live chat? So hello friends, I hope കേൾക്കാൻ പറ്റുന്നു എന്ന് വിചാരിക്കുന്നു. ഓഡിബിൾ ആണല്ലോ അല്ലേ? സോ ഓഡിബിൾ ആണെങ്കിൽ നമുക്ക് ഇപ്പോൾ തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ലെറ്റ്സ് നോട്ട് വേസ്റ്റ് ടൈം. മറ്റന്നാളാണ് പരീക്ഷ. So I think all of you can hear me. Okay then. So we'll start the session. So Kerala Set Physics-ന്റെ മാത്തമാറ്റിക്കൽ ഫിസിക്സിൽ കോംപ്ലക്സ് അനാലിസിസിൽ വരുന്ന ചോദ്യങ്ങളാണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓൾറൈറ്റ്. സോ നമുക്ക് ആദ്യത്തെ ചോദ്യത്തിൽ തന്നെ നടക്കാം. അതിനു മുമ്പ് കോംപ്ലക്സ് അനാലിസിസിൽ പ്രധാനമായിട്ട് അത്ര ടഫ് ആയിട്ടുള്ള ചോദ്യങ്ങൾ ഫിസിക്സിൽ ചോദിക്കാറില്ല. എന്നിരുന്നാലും ബേസിക് ആയിട്ടുള്ള കുറച്ച് ഐഡിയാസ് നിങ്ങൾക്ക് കോംപ്ലക്സ് അനാലിസിസിൽ ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കോംപ്ലക്സ് അനാലിസിസ് പേപ്പർ അല്ലെങ്കിൽ അതിനകത്ത് നിന്ന് വരുന്ന ചോദ്യങ്ങൾ ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാവുന്നതാണ്. ചില ചോദ്യങ്ങൾ ടൈം കൺസ്യൂമിങ് ആയിരിക്കും. സോ ഇതൊരു കോമ്പറ്റീവ് എക്സാം ആയതുകൊണ്ട് തന്നെ നിങ്ങളുടെ ടൈം മനസ്സിൽ വെച്ചിട്ട് വേണം ഓരോ ക്വസ്റ്റ്യനും അറ്റൻഡ് ചെയ്യാൻ. ഓൾറൈറ്റ്. സോ ഈ യൂട്യൂബ് സെഷനിൽ നിങ്ങൾക്ക് സ്കൂപ്പർ പെയറിന്റെ അഡ്മിൻ ഓപ്ഷൻസ് പോൾ ചെയ്യാൻ തരുന്നതായിരിക്കും. സോ നിങ്ങളും ഈ സെഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യണമെന്നാണ് ഞങ്ങളുടെ ഒരു ആഗ്രഹം. സോ നിങ്ങൾ പേപ്പറും പെന്നും ഒക്കെ എടുത്ത് റെഡി ആയിരിക്കുക. ചോദ്യങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് തന്നെ അറ്റംപ്റ്റ് ചെയ്യാവുന്നതാണ്. എന്നിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. നിങ്ങളുടെ ആൻസർ ഇവിടെ ലൈവ് പോൾ വരുമ്പോൾ നിങ്ങൾക്ക് അതിൽ കൊടുക്കാവുന്നതാണ്. ഓക്കെ, സോ ലെറ്റ് us start. The first question, the square roots of I are. I എന്ന കോംപ്ലക്സ് നമ്പറിന്റെ സ്ക്വയർ റൂട്ട്സ് ഏതൊക്കെയാണ് എന്നാണ് ചോദ്യം. സോ ഇതിന്റെ ഓപ്ഷൻസ് ഇവിടെ തന്നിട്ടുണ്ട്. The options are yes, A plus or minus 1/2 times 1 plus I, option B 1 minus I, option C plus or minus 1 plus I, and option D plus or minus 1 by root 2 1 plus I. പലപ്പോഴും ഇത് ഐന്റെ സ്ക്വയർ റൂട്ട് ഓർത്തു നോക്കുന്നത് തന്നെയാണ് ഏറ്റവും നല്ലത്. ഈ ചോദ്യത്തിന് ഒട്ടും ടൈം വേസ്റ്റ് ചെയ്യാൻ തന്നെ നിങ്ങൾക്ക് അറ്റംപ്റ്റ് ചെയ്യാവുന്നതാണ്. സപ്പോസ് ഇത് അഥവാ ഇതിന്റെ ഫോർമുല അല്ലെങ്കിൽ ഇതിന്റെ സ്ക്വയർ റൂട്ട് നിങ്ങൾക്ക് ഓർമ്മയില്ലെങ്കിൽ യു ക്യാൻ യൂസ് ദിസ് ഫോർമുല. ഈ ഫോർമുല ഒരിക്കലും ഐന്റെ മാത്രം സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കാനുള്ളതല്ല, nth root of any complex number. Okay, nth root of any complex number z you can use by this formula. So z, nth root of z, z to the power 1 by n എന്ന് പറയുന്നത് you can use this formula, r to the power 1 by n cos theta plus 2k pi by n plus I sin theta plus 2k pi by n. ഈ ഫോർമുല വെച്ചിട്ട് നിങ്ങൾക്ക് ഇത് കണ്ടുപിടിക്കാവുന്നതാണ്. ഓഫ് കോഴ്സ് ആർ ഇത് കോമൺ ബ്രാക്കറ്റ് ആണ്. സോ ഈ ഒരു പർട്ടിക്കുലർ ഫോർമുല വെച്ച് കണ്ടുപിടിക്കാവുന്നതാണ്. വേർ n ഈസ് ദ nth റൂട്ടിന്റെ n ആണ് ആൻഡ് k ഈസ് ദ വാല്യൂസ് ഫ്രം 0 to n minus 1 എന്നുള്ള വാല്യൂസ് ആണ് k. ഓക്കെ, സോ ഇത് നിങ്ങൾക്കൊന്ന് ട്രൈ ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഐ ഇവിടെ z എന്ന് പറയുന്നത് ഐ ആണ് ഇവിടെ. സോ ഐ ടു ദ പവർ സ്ക്വയർ റൂട്ട് ആണ് ചോദിച്ചിരിക്കുന്നത്. ഐ ടു ദ പവർ 1/2 ആണ് ചോദിച്ചിരിക്കുന്നത്. സോ യു ക്യാൻ യൂസ് ദിസ് ഫോർമുല. ഈ ഫോർമുല യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇത് കണ്ടുപിടിക്കാവുന്നതാണ്. സോ ആർ എന്താണെന്ന് ഞാൻ പറയണ്ടല്ലോ. എനിവേ, ആർ ഇസ് നത്തിങ് ബട്ട് ദ മോഡുലസ് ഓഫ് z. z-ന്റെ മോഡ് വാല്യൂ ആണ് ആർ. സോ ഇവിടെ z എന്ന് പറയുന്നത് ഐ ആണ് തന്നിരിക്കുന്നത്. സോ ഐ ഹോപ്പ് യു ക്യാൻ ട്രൈ ദിസ്.
So admin, if you can give the poll, that will be great. യെസ്, ചില ആൾക്കാർ ഓട്ടോമാറ്റിക്കായിട്ട് ഇതിന്റെ ആൻസർ പറഞ്ഞിട്ടുണ്ട്. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഇതൊക്കെ ഓർത്ത് വെക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഒരുപാട് ടൈം നമുക്ക് വേസ്റ്റ് ചെയ്യണ്ട. സോ എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് ഈ ഒരു സമയം മതിയാവും പോൾ ചെയ്യാമെന്ന്. സോ എല്ലാവരും പോൾ ചെയ്തു എന്ന് വിശ്വസിക്കുന്നു. യെസ്, നല്ലൊരു ശതമാനം ഓപ്ഷൻ ഡി തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ഒന്ന് ചെയ്തു നോക്കാം എങ്ങനെയാണ്, ഓപ്ഷൻ ഡി തന്നെയാണോ അതോ മറ്റേതെങ്കിലും ഓപ്ഷന് ചാൻസ് ഉണ്ടോ എന്ന്. സോ ഞാൻ പറഞ്ഞു, വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് ചെയ്യാം. സോ വി ക്യാൻ ടേക്ക് ഇറ്റ് ഫ്രം ഹിയർ. ഐ ടു ദ പവർ 1/2. ഇവിടെ ആറിന്റെ വാല്യൂ എന്ന് പറയുന്നത് 1 ആണ് വരിക. സോ 1 to the power 1/2 1 തന്നെയാണ്. സോ ഐ എം നോട്ട് ഗോയിങ് ടു റൈറ്റ് ദാറ്റ്. കോസ് തീറ്റ, ഇവിടെ ഐ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇറ്റ് ഈസ് കോസ് തീറ്റ എന്ന് പറയുന്ന വാല്യൂ π/2 വന്നാൽ മാത്രമാണ് ഐ എന്ന് പറയുന്നത് കോംപ്ലക്സ് നമ്പർ വരിക. സോ കോസ് π/2 പ്ലസ് 2k π. കെ ഫസ്റ്റ് 0യും 1ഉം മാത്രമേ ഈ പർട്ടിക്കുലർ ചോദ്യത്തിൽ വരുള്ളൂ. കാരണം അപ് ടു 2 വരെയാണല്ലോ പറയുന്നത് എന്ന്. സോ 0യും 1ഉം മാത്രമേ ഉള്ളൂ. സോ കെ 0 ആകുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അത് ക്യാൻസൽ ആവും. സോ വി ക്യാൻ write one of the root to be like this: π/2 divided by 2 plus I sin π/2 divided by 2. ഇതാണ് ഒരു റൂട്ട് വരിക. ഓക്കെ, one of the root you will get it like this. So ഇത് എന്ന് പറയുന്നത് cos π/2/2 cos π/4, which is nothing but 1/√2 plus I 1/√2 എന്ന് പറയും. ഇത് one of the roots ആണ്, I to the power 1/2. അതേപോലെ n വാല്യൂ അല്ലെങ്കിൽ k വാല്യൂ 1 ആക്കി എടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് അതുപോലെ ഒരു റൂട്ട് കിട്ടും. സോ അത് ഞാൻ ഡയറക്റ്റ് ആയിട്ട് ചെയ്യുന്നില്ല, നിങ്ങൾക്ക് അറിയാമെന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ കയ്യിൽ സമയം വളരെ കുറവായതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇത്ര പെട്ടെന്ന് ചെയ്യാത്തത്. സോ യു വുഡ് ഗെറ്റ് ഇറ്റ് ടു ബി I to the power 1/2, k equal to 1 എന്ന് വരുമ്പോൾ π/2 plus 2π എന്ന് വരും by 2. So you would get this to be minus cos π/4 ഇവിടെ plus minus I sin π/4 വരും. So you would get this value to be minus 1/√2 minus I 1/√2 എന്ന് കിട്ടും. ഓക്കെ, സോ ഇതിൽ നിന്ന് നിങ്ങൾക്ക് കോമൺ എടുക്കാം. സോ യു ക്യാൻ സി ഇതിൽ നിന്ന് ഏതായിരിക്കും ഉത്തരം എന്ന് നമുക്ക് ഇപ്പൊ തന്നെ ജഡ്ജ് ചെയ്യാം. 1/√2 കോമൺ പുറത്തെടുത്താൽ there is a chance of plus or minus 1/√2 1 plus I എന്ന് കിട്ടും. So option D is the right answer. Option D ആണ് ശരിയായ ഉത്തരം. ഓക്കെ, ഓൾറൈറ്റ്. സോ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാമെന്ന് കരുതുന്നു. ഇറ്റ്സ് എ വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ. അതുകൊണ്ടാണ് ഞാൻ ഇത് കുറച്ചുകൂടെ സ്പീഡിൽ പോയത്. കാരണം കുറച്ചുകൂടെ ചെയ്യാനുള്ള ചോദ്യങ്ങൾ ഇത് നമ്മൾ കാണാൻ പോകുന്നതേ ഉള്ളൂ. ഓക്കെ, സോ ലെറ്റ് us see the next question. യെസ്, സോ അടുത്ത ചോദ്യം ഇത് വളരെ സിമ്പിൾ ആണ്, തിയറിറ്റിക്കൽ ചോദ്യമാണ്. ഇഫ് z equal to x plus iy, which one of the following functions f of z is analytic throughout the entire complex plane? സോ ഏത് താഴെ കൊടുത്തിരിക്കുന്ന ഫംഗ്ഷൻ ആണ് ത്രൂ ഔട്ട് ദിസ് എൻറ്റയർ കോംപ്ലക്സ് പ്ലെയിനിൽ അനലിറ്റിക് എന്ന് പറയും? സോ നിങ്ങൾക്കറിയാം വാട്ട് ഈസ് എൻ അനലിറ്റിക് ഫംഗ്ഷൻ അല്ലെ? എന്താണ് അനലിറ്റിക് ഫംഗ്ഷൻ?
a function is said to be analytic if f of z is said to be analytic if given any point z in that domain. ഒരു particular domainലാണ് നമ്മൾ analyticity സംസാരിക്കുന്നത്. So any point in that domain for any particular neighborhood ആ ഡൊമൈനകത്തുള്ള എല്ലാ പോയിന്റിലും ഈ നെയ്ബർഹുഡിനകത്തുള്ള എല്ലാ പോയിന്റിലും എഫ് ഓഫ് സെഡ് ഡിഫറൻഷ്യബിൾ ആണെങ്കിൽ is differentiable, we said that f of z is analytic throughout the domain. ഡൊമൈനിലെ ഏതൊരു പോയിന്റ് എടുത്താലും we should be able to find a neighborhood in which the f of z is differentiable. So അങ്ങനെയാണെങ്കിൽ f of z നെ analytic എന്ന് പറയും. സോ ഇതിൽ ഏതാണ് ഏത് ഓപ്ഷൻ എ ബി സി ഡി? എ എന്ന് പറയുന്നത് എഫ് ഓഫ് സെഡ് ഈക്വൽ ടു സെഡ് ആണ്, ബി എഫ് ഓഫ് സെഡ് ഈസ് ലോഗ് സെഡ്, സി എഫ് ഓഫ് സെഡ് ഈസ് 1/z ആൻഡ് ഡി എഫ് ഓഫ് സെഡ് ഈസ് 1/z². ഇതിൽ ഏതാണ് അനലിറ്റിക് ത്രൂ ഔട്ട് ദ എൻറ്റയർ കോംപ്ലക്സ് പ്ലെയിൻ എന്നാണ് ചോദ്യം. സോ ഐ തിങ്ക് വി ക്യാൻ സ്റ്റാർട്ട് എ പോൾ. അഡ്മിൻ പ്ലീസ് പോൾ സ്റ്റാർട്ട് ചെയ്യാം. പെട്ടെന്ന് നിങ്ങൾക്ക് ആൻസർ ചെയ്യാവുന്നതാണ് ഇത്. യെസ്, പോൾ സ്റ്റാർട്ട് ആയിട്ടുണ്ട്. സോ ഐ തിങ്ക് ഈ സമയം മതിയെന്ന് തോന്നുന്നു. ഇത് വളരെ ഡയറക്റ്റ് ചോദ്യമാണ്. സോ വി ക്യാൻ സി വാട്ട് ആർ ദ റിസൾട്ട്. എല്ലാവരുടെയും ആൻസർ എന്താണെന്ന് നോക്കാം. യെസ്, ഓ ഒട്ടും പ്രതീക്ഷിക്കാത്ത ചില റിസൾട്ടുകളാണ് വന്നിരിക്കുന്നത്. ബട്ട് സ്റ്റിൽ 66% പേര് ഓപ്ഷൻ സി ആണ് പറഞ്ഞിരിക്കുന്നത്. ദാറ്റ് ഈസ് 1/z ഈസ് അനലിറ്റിക്. സി ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ച് വായിക്കണം. അനലിറ്റിക് ത്രൂ ഔട്ട് ദ എൻറ്റയർ കോംപ്ലക്സ് പ്ലെയിൻ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതേപോലെ 33% ഓപ്ഷൻ എ പറയുന്നു സെഡ്. ആരും തന്നെ ഓപ്ഷൻ ബിയും ദാറ്റ് ഈസ് ലോഗ് സെഡും 1/z² പറയുന്നില്ല. സോ നമുക്ക് 1/z വെച്ച് തന്നെ തുടങ്ങാം. സി നല്ലൊരു ശതമാനം പേര് 1/z അനലിറ്റിക് ആണ് എന്ന് പറയുന്നുണ്ട്. സോ വാട്ട് അബൌട്ട് ദ അനലിറ്റിസിറ്റി അറ്റ് z equal to 0 for f of z equal to 1/z? At z equal to 0 ഞാൻ പറഞ്ഞു വാട്ട് ഈസ് ആൻ അനലിറ്റിക് ഫംഗ്ഷൻ. ഏതൊരു പോയിന്റ് എടുത്താലും ത്രൂ ഔട്ട് ഇറ്റ് ഷുഡ് ബി ഡിഫറൻഷ്യബിൾ ആൻഡ് ഈവൻ അറ്റ് ദാറ്റ് പോയിന്റ് ഓൾസോ. സോ ത്രൂ ഔട്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സപ്പോസ് 1ന് തൊട്ടടുത്ത് ഒരു അല്ലെങ്കിൽ 0ക്ക് തൊട്ടടുത്ത് ഒരു പോയിന്റ് എടുത്തിട്ട് ഞാനൊരു നെയ്ബർഹുഡ് എടുത്താൽ 0 അതിൽ വരും അല്ലെ. അപ്പോ എഫ് ഓഫ് 0 അല്ലെങ്കിൽ എഫ് ഓഫ് സെഡ് ഇസ് ഡിഫറൻഷ്യബിൾ at that point? No, the derivative ചെറിയ പ്രശ്നങ്ങൾ വരും. Okay, so we can say that this is not differentiable at that particular point. So throughout this complex plane f of z equal to 1/z analytic alla ennu namukku parayam. So we can say that the function is analytic throughout the complex plane for option A, that is z. f of z equal to z ന് നമുക്ക് അനലിറ്റിക് ആണെന്ന് പറയാം. ഓക്കെ, സോ ചെറിയ പ്രശ്നം എഫ് ഓഫ് സെഡ് അറ്റ് സെഡ് ഈക്വൽ ടു 0 വരും. അതിന് പോയിന്റ് ഓഫ് സിംഗുലാരിറ്റി എന്ന് പറയും. സെഡ് 0 ആകുമ്പോൾ ഫംഗ്ഷൻ ഡിഫൈൻഡ് അല്ലാത്തത് കൊണ്ട് തന്നെ. ഓക്കെ, സോ നമ്മൾ സിംഗുലാരിറ്റിനെ കുറിച്ച് ഇനി വരുന്ന ചോദ്യങ്ങളിൽ കാണും. അന്നേരം നമുക്ക് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഓൾറൈറ്റ്, സോ ലെറ്റ്സ് സീ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഐ ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ. ഓക്കെ, സോ അടുത്ത ചോദ്യം നോക്കാം. അടുത്ത ചോദ്യം ഇതും വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. Cauchy-Riemann conditions for the analyticity of a complex function f of z is equal to u of x comma y plus I times v of x comma y. ഈ ഒരു ഫംഗ്ഷൻ അനലിറ്റിക് ആകണമെങ്കിൽ Cauchy-Riemann കണ്ടീഷൻ എന്താണ് എന്നാണ് ചോദ്യം. നമുക്ക് ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ എന്ന് പറയുന്നത് the derivative of u with respect to x is equal to derivative of v with respect to y, and derivative of u with respect to y is equal to minus of derivative of v with respect to x. Similarly, option B is derivative of u with respect to x equal to derivative of v with respect to y,
and derivative of u with respect to y is equal to derivative of v with respect to x. അതുപോലെ ഓപ്ഷൻ സിയും ഓപ്ഷൻ ഡിയും ഇത് വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ബോറടിക്കും. സോ കോഷി-റീമൻ കണ്ടീഷൻ ഏതാണെന്ന് കണ്ടുപിടിച്ചാൽ മതി. 4 ഓപ്ഷൻ ഉണ്ട്. സോ യു ക്യാൻ സ്റ്റാർട്ട് ഫൈൻഡിങ് ഇറ്റ്. പോൾ വന്നിട്ടുണ്ട് ഓൾറെഡി. യെസ്, നല്ലൊരു ശതമാനം പേരും ആൻസർ ചെയ്തിട്ടുണ്ട്. സോ ഐ തിങ്ക് കോഷി-റീമൻ കണ്ടീഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു സംഗതിയാണ് കോഷി-റീമൻ കണ്ടീഷൻ. കോഷി-റീമൻ തന്നെ പല ഫോമുകളുണ്ട്. സോ ഐ തിങ്ക് ഈ സമയം മതിയെന്ന് തോന്നുന്നു. We can close the poll and check what is the response. Yes, great. പോൾ ചെയ്ത എല്ലാവരും തന്നെ പറഞ്ഞിരിക്കുന്നു ഓപ്ഷൻ എ എന്നാണ്. ദാറ്റ് ഈസ് derivative of u with respect to x is equal to derivative of v with respect to y, and derivative of u with respect to y is equal to negative of derivative of v with respect to x. So ഈ ഒരു പർട്ടിക്കുലർ ഫോമിനെയാണ്, സോ ഓപ്ഷൻ എ ആണ് ശരി. ദിസ് ഇസ് കോൾഡ് കാർട്ടീഷ്യൻ ഫോം. ഓക്കെ, സോ കാർട്ടീഷ്യൻ ഫോം മാത്രമല്ല, വേണമെങ്കിൽ മറ്റ് ഫോമുകളും ചോദിക്കാം. സോ അതിന് ചാൻസ് ഉള്ളത് കൊണ്ട് തന്നെ ഞാൻ വേറെ 2 ഫോം, അതായത് പോളാർ ഫോമും കോംപ്ലക്സ് ഫോമും ഒന്ന് എഴുതാം. സോ പോളാർ ഫോം ഓഫ് കോഷി-റീമാൻ ഇക്വേഷൻ, CR ഇക്വേഷൻ എന്ന് പറയുന്നത് ഇങ്ങനെയാണ് ഉണ്ടാവുക. ഓഫ് കോഴ്സ് എഫ് ഓഫ് സെഡ് ഈസ് ഈക്വൽ ടു യു പ്ലസ് ഐ ബി ആണെങ്കിൽ ഇവിടെ എക്സും വൈയും ആയിരിക്കില്ല അവിടുത്തെ കോർഡിനേറ്റ്സ് ആയിട്ട് നമ്മൾ മാർക്ക് ചെയ്യുക. പോളാർ കോർഡിനേറ്റ്സ് ആയിരിക്കും, ആറും തീറ്റയും ആയിരിക്കും വരിക. സോ ഒബ്വിയസ്ലി ദ polar form also looks like this. Derivative of u with respect to r will be equal to derivative of v with respect to theta divided by r, and derivative of v with respect to r is equal to negative of derivative of u with respect to theta divided by r. ഇതായിരിക്കും പോളാർ ഫോം. സോ ഇതൊന്ന് നോട്ട് ചെയ്ത് വെക്കുന്നത് വളരെ നല്ലതായിരിക്കും, കാരണം പോളാർ ഫോമിലെ രീതിയിലും ചോദിക്കാം ഓപ്ഷൻസ്. സോ ഏതാണ് കൺഫ്യൂഷൻ ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് പറയുന്നത്. ഓക്കെ, സോ കോംപ്ലക്സ് ഫോം വളരെ സിമ്പിൾ ആണ്. CR ഇക്വേഷൻ എന്ന് പറയുന്നത് ഡെറിവേറ്റീവ് ഓഫ് എഫ് വിത്ത് റെസ്പെക്ട് ടു സെഡ് ബാർ ഇസ് ഈക്വൽ ടു 0. സോ അതത്ര അധികം യൂസ് ചെയ്യുന്ന ഒരു ഫോം അല്ല, അതുകൊണ്ട് തന്നെ അത് ചോദിക്കാനും ചാൻസ് ഇല്ല. പക്ഷെ എന്നാലും കോംപ്ലക്സ് ഫോം എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് ഇങ്ങനെ എഴുതാം. കോംപ്ലക്സ് ഫോം you can write it derivative of f with respect to derivative of z bar is equal to 0. Okay, ഇതാണ് CR ഇക്വേഷന്റെ കോംപ്ലക്സ് ഫോം. So I hope this is understood. നിങ്ങൾക്ക് ഇത് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് അടുത്ത ചോദ്യത്തിലോട്ട് പോവാം അല്ലേ? യെസ്, അടുത്ത ചോദ്യം ഇതാണ്. ഇത് നമ്മുടെ ചാനലിലും ഡിസ്കഷന് വന്ന ഒരു ചോദ്യമാണ് എനിക്ക് തോന്നുന്നു. The value of the integral from -infinity to infinity x square divided by x square plus 1 times x square plus 4 dx. ഈ ഒരു ചോദ്യത്തെ നമുക്ക് പല രീതിയിൽ അപ്രോച്ച് ചെയ്യാം. ഇത് ഒറ്റൊരു രീതിയിൽ മാത്രം നമുക്ക് ചെയ്യാവുന്ന ഒരു ചോദ്യമല്ല. കോംപ്ലക്സ് ഫോമിൽ വേണമെങ്കിൽ എടുത്തിട്ട് ചെയ്യാം, തെറ്റൊന്നുമില്ല. പക്ഷെ ഇത്തരം ചോദ്യങ്ങൾ വരുമ്പോൾ തീർച്ചയായും ഇത് തന്നിരിക്കുന്നതൊക്കെ റിയൽ നമ്പേഴ്സിന്റെ ഫോമിലാണ്, എക്സ് സ്ക്വയർ പ്ലസ് 1 എന്നൊക്കെ. സോ നമുക്ക് ആ ഫോമിൽ തന്നെ ചെയ്യാം. പിന്നെ ഇത് ചെയ്യാൻ കൂടുതലായിട്ട് നമുക്ക് പുറത്തുനിന്ന് ഒരു ഇക്വേഷൻ അറിയേണ്ട ആവശ്യമില്ല. ഒരു +1 അല്ലെങ്കിൽ +2 നോളജ് വെച്ച് തന്നെ, +2ന്റെ ബേസിക് നോളജ് ഓഫ് ഇന്റഗ്രേഷൻ വെച്ച് നമുക്ക് ഇത് ചെയ്യാവുന്നതാണ്. ഇത് ഇംപ്രോപ്പർ ഇന്റഗ്രൽസ് ആയതുകൊണ്ട് തന്നെ വാട്ട് വി ഡു ഇസ് വി ടേക്ക് ഫൈനൈറ്റ് ലിമിറ്റ്സ്, എന്നിട്ട് അല്ലെങ്കിൽ -a to a എന്ന് എടുത്തിട്ട് ലിമിറ്റ് എടുത്തിട്ട് ചെയ്യുന്ന പ്രോബ്ലംസ് ആയിരിക്കും. സോ ഫോർ എക്സാമ്പിൾ ഇംപ്രോപ്പർ ഇന്റഗ്രൽസ് വരുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഇംപ്രോപ്പർ ഇന്റഗ്രൽ വെച്ച് ചെയ്യാൻ തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിനെ ഇങ്ങനെ എഴുതാം. ലിമിറ്റ് a tends to infinity -a to a വെച്ച് ചെയ്യാവുന്നതാണ് ഈ ചോദ്യം. ഓക്കെ, സോ ഇങ്ങനെ ചെയ്യുന്നതായിരിക്കും ഈ ചോദ്യത്തിന് കുറച്ചുകൂടെ എളുപ്പം. അതുകൊണ്ട് തന്നെ ഞാൻ ഈ ഒരു അപ്രോച്ചാണ് എടുക്കുന്നത്. കാരണം
ദാറ്റ് ഈസ് ബെറ്റർ. സോ ഈ ഒരു ഫോമിനെ നമ്മൾ ഇന്റഗ്രേഷനിൽ ഒരു പഠിച്ചിട്ടുണ്ട് എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടതെന്ന്. ഞാൻ ഈ ഭാഗം ഒന്ന് വായിക്കാം എന്നിട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഈ പ്രോബ്ലം എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. Yes, first of all, I'll take this x square as y. Take this x square as y. എന്നിട്ട് റീപ്ലേസ് ചെയ്യാണ് ഈ ഒരു ഇക്വേഷൻ. ഫോർ എക്സ് സ്ക്വയർ ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് 1 ടൈംസ് എക്സ് സ്ക്വയർ പ്ലസ് 4ന് we can write it as y divided by y plus 1 times y plus 4. സോ ഇതിനെ നമ്മൾ ഇനി പാർട്സ് ആയിട്ട് സെപ്പറേറ്റ് ചെയ്യും. ഇത് 11th നമ്മൾ ചെയ്തൊരു ടെക്നിക്കാണ്. എങ്ങനെ? ഇതിനെ നമുക്ക് ഇങ്ങനെ എഴുതാം: a ഡിവൈഡഡ് ബൈ y പ്ലസ് 1 പ്ലസ് b ഡിവൈഡഡ് ബൈ y പ്ലസ് 4. എന്നിട്ട് എൻ്റെയും ബിൻ്റെയും വാല്യൂ കണ്ടുപിടിക്കും. അപ്പോൾ ഇൻറ്റഗ്രേഷൻ എളുപ്പമായിരിക്കും. ആ ഒരു ഐഡിയക്ക് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. സോ ഇത് നമുക്ക് അറിയാം. ഇതെങ്ങനെയാണ് ചെയ്യുക? സോ ഇവിടെ LCM എടുക്കുക, എ ബൈ അല്ലെങ്കിൽ ഡിനോമിനേറ്റർ കോമൺ ആണ്. LCM എന്ന് പറയുന്നില്ല, ഡിനോമിനേറ്റർ കോമൺ ആക്കുക. സോ അപ്പോൾ യു വുഡ് ഗെറ്റ് ഇറ്റ് ടു ബി എ ടൈംസ് വൈ പ്ലസ് 4 പ്ലസ് ബി ടൈംസ് വൈ പ്ലസ് 1 ഡിവൈഡഡ് ബൈ y plus 1 times y plus 4. This would be equal to y plus 4. This would be equal to y divided by y plus 1 times y plus 4. So ഇതിന്റെ ന്യൂമറേറ്റർ നമുക്ക് ബ്രാക്കറ്റ് ഒക്കെ ഓപ്പൺ ചെയ്ത് വൃത്തിയായിട്ട് എഴുതാം. So you would get this to be ഒരു നിമിഷം, ഓപ്ഷൻസ് ഇവിടെ ഉണ്ട് കേട്ടോ. You would get it to be a എന്താണ് നമുക്ക് കിട്ടിയത്? ay പ്ലസ് 4a എന്ന് കിട്ടും. ay പ്ലസ് 4a എന്ന് കിട്ടും ഇവിടെ. പ്ലസ് അതേപോലെ അടുത്തത് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും by പ്ലസ് b എന്ന് കിട്ടും. ഡിനോമിനേറ്റേഴ്സ് നമുക്ക് ക്യാൻസൽ ചെയ്യാം. y പ്ലസ് 1 y പ്ലസ് 4 കോമൺ ഡിനോമിനേറ്റേഴ്സ് ആയിട്ട് വരുന്നത് കൊണ്ട് തന്നെ അത് നമുക്ക് ഇവിടെ തന്നെ ക്യാൻസൽ ചെയ്യാം. സോ വി വുഡ് ഗെറ്റ് ദിസ് ആസ് by പ്ലസ് b by plus b which is equal to y എന്ന് കിട്ടും. സോ y ഫാക്ടേഴ്സ് നമുക്ക് ഒരുമിച്ചെടുക്കാം. സോ a plus b times y plus 4a plus b is equal to y എന്ന്. Now on comparing the coefficients compare ചെയ്താൽ we would get this to be a plus b equal to 0 and a plus b equal to 1 and 4a plus b equal to 0. So ഇത് രണ്ടും കൂടിയിട്ടുള്ള സൊല്യൂഷൻ, ഇത് രണ്ടും നമുക്ക് സോൾവ് ചെയ്താൽ we would get a is equal to minus 1/3 എന്ന് കിട്ടും. aന്റെ വാല്യൂ നമുക്ക് minus 1/3 എന്ന് കിട്ടും. Similarly, we would get b is equal to 4/3 എന്ന് കിട്ടും. ഓക്കെ, വളരെ സിമ്പിൾ ആയിട്ട് കാൽക്കുലേഷൻ ആയതുകൊണ്ടാണ് ഞാൻ ഡയറക്റ്റ് ആയിട്ട് ചെയ്യുന്നത്. ഓക്കെ, a is equal to minus 1/3 to b is equal to 4/5. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ ഇക്വേഷൻ we can write it as a by y plus 1 plus b divided by y plus 4 എന്ന ഇക്വേഷൻ നമുക്ക്, അല്ലെങ്കിൽ ഫംഗ്ഷനെ നമുക്ക് ഇങ്ങനെ എഴുതാം: -1/3 divided by y plus 1 which is equal to 4/3 plus 4/3 divided by y plus 4. നമുക്ക് ഇവിടെ ഇനി വൈൻ്റെ ആവശ്യമില്ല. വൈനെ റീസബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഒരു കറിവേപ്പില പോലത്തെ പ്രോസസ്സാണ്. വൈൻ്റെ ആവശ്യം കഴിഞ്ഞോടെ എക്സ് റീപ്ലേസ് ചെയ്യാം. -1/3 divided by x square plus 1 plus 4/3 divided by x square plus 4 എന്ന് കിട്ടും. ഇനി നമ്മുടെ ഇന്റഗ്രേഷൻ വളരെ സിമ്പിൾ ആണ്. ഞാൻ ലിമിറ്റ് ഒന്നും ഇടാതെ ആദ്യം ഒന്ന് ഇന്റഗ്രേറ്റ് ചെയ്യാം. ഓക്കെ, എന്നിട്ട് നമുക്ക് ലിമിറ്റ് ഇട്ട് നോക്കാം. അല്ലെങ്കിൽ ലിമിറ്റ് ഇട്ടുകൊണ്ടും ചെയ്യാം, നത്തിങ് റോങ് ഇൻ ഇറ്റ്. രണ്ടും ഒരുമിച്ച് ചെയ്യുന്നതിൽ തെറ്റൊന്നുമില്ല. സോ ഐ ഹോപ്പ് യു ഹാവ് ഡൺ ദിസ്. ഞാൻ അടുത്ത സ്ലൈഡിലോട്ട് പോവാണ്. ഓക്കെ, നിങ്ങൾ ഇത് നോട്ട് ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. സോ നമുക്ക് അടുത്ത ഒരു സ്ലൈഡിലോട്ട് പോവാം.
സോ നമുക്ക് കിട്ടിയത് ഇങ്ങനെയാണ്. മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി minus 1 by 3 divided by x square plus 1 plus 4 by 3 divided by x square plus 4 dx എന്ന് കിട്ടും. സോ ഈ ഇൻറ്റഗ്രേഷൻ വളരെ സിമ്പിളാണ്. ഞാൻ എപ്പോഴും ഇൻഫിനിറ്റി മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എടുത്തിട്ട് തന്നെയാണ് ചെയ്യുന്നത്. ഓക്കെ, സോ വി ക്യാൻ സെപ്പറേറ്റ് ആൻഡ് ഇൻറ്റഗ്രേറ്റ്. മൈനസ് 1 by 3 പുറത്തെടുക്കാം, which will be dx by x square plus 1 again plus 4 by 3 പുറത്തെടുക്കുമ്പോൾ minus infinity to infinity dx by x square plus 4 എന്ന് കിട്ടും. ഓക്കെ, സോ ഇതിന് ശേഷം നമ്മൾ എന്താണ് ചെയ്യാൻ പോകുന്നത് എന്ന് വെച്ചാൽ, ഞാൻ നിങ്ങൾക്ക് ഈ ചോദ്യം ഞാൻ പറഞ്ഞു ഇത് കുറച്ച് ലെങ്തിയാണ്, പക്ഷെ എന്നിരുന്നാൽ നല്ലൊരു പ്രോബ്ലമാണ്. സോ ഇവിടെ നമുക്ക് ലിമിറ്റ് ഞാൻ പറഞ്ഞ പോലെ ഇങ്ങനെ എഴുതാം. ഇൻസ്റ്റെഡ് ഓഫ് റൈറ്റിംഗ് മൈനസ് ഇൻഫിനിറ്റി ഐ ക്യാൻ അപ്ലൈ ദ ലിമിറ്റ് a tends to infinity. I can write it as minus a to a dx by x square plus 1 plus 4 by 3 limit x tends to a tends to infinity minus a to a dx by x square plus 4. So ഇവിടെ നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്ന ഐഡന്റിറ്റി അല്ലെങ്കിൽ ഫോർമുല എന്ന് പറയുന്നത് ഇന്റഗ്രൽ dx by x square plus a square എന്ന ഫോർമുലയാണ്. നമുക്കിതറിയാം, ദിസ് ഇസ് 1 by a tan ഇൻവേഴ്സ് x by a plus c ആണ് ഈ ഫോർമുല. ഈ ഫോർമുലയാണ് ഞാൻ ഇവിടെ അപ്ലൈ ചെയ്യാൻ പോകുന്നത്. സോ ഇതിവിടെ അപ്ലൈ ചെയ്യുമ്പോൾ യു ക്യാൻ സീ ദിസ്, യു വുഡ് ഗെറ്റ് ഇറ്റ് ആസ് മൈനസ് 1 by 3 ലിമിറ്റ് a tends to infinity. ഇത് നിങ്ങൾക്ക് tan ഇൻവേഴ്സ് x ആയിട്ട് തന്നെ കിട്ടും, a1 ആയതുകൊണ്ട്. സോ ദിസ് ഇസ് tan ഇൻവേഴ്സ് x, ഓഫ് കോഴ്സ് ദ ലിമിറ്റ് ഈസ് ഫ്രം minus a to a plus 4 by 3 limit a tends to infinity. ഇത് a സ്ഥാനത്ത് 2 സ്ക്വയർ ആണ് വരിക, അപ്പോൾ a സ്ഥാനത്ത് 2 വരും. ഓക്കെ, സോ യു വുഡ് ഗെറ്റ് ദിസ് ലൈക്ക് ദിസ് 1 by 2 tan inverse x by 2 from minus a to a. ഇതാണ് ലിമിറ്റ്. ഓക്കെ, സോ ഈ ഭാഗം ഞാൻ ചുമ്മാ നിങ്ങളുടെ റെഫറൻസിന് വേണ്ടി എഴുതുകയാണ്. ഈ ഫോർമുലയാണ് യൂസ് ചെയ്യുന്നത്. അതിലൂടെ അപ്ലൈ ചെയ്യാം, ഇതിൻ്റെ ആവശ്യമില്ല. യെസ്, നൗ ഇനി നമുക്ക് ധൈര്യമായിട്ട് ലിമിറ്റ് അപ്ലൈ ചെയ്യാം. വേണമെങ്കിൽ ലിമിറ്റ് അപ്ലൈ ചെയ്തുകൊണ്ട് ഇത് ചെയ്യാം, അല്ലെങ്കിൽ ഇത് ചെയ്തിട്ട് ലിമിറ്റ് അപ്ലൈ ചെയ്യാം. രണ്ടും കണക്ക് തന്നെ. ഇവിടെ ലിമിറ്റ് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതിന്റെ ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ, ഈ ഫംഗ്ഷൻസ് ഒക്കെ പ്രോപ്പർ നല്ലൊരു ഫംഗ്ഷൻസ് ആണ്. എന്ന് വെച്ചാൽ പോളിനോമിയൽ ഫംഗ്ഷൻസിൽ വരുന്ന കാറ്റഗറിയിൽ വരുന്നതാണ്. സോ അതുകൊണ്ട് തന്നെ അവരെല്ലായിടത്തും ഡിഫറൻഷ്യബിളും ആണ്, കണ്ടിന്യൂസും ആണ്. സോ ലിമിറ്റ് അപ്ലൈ ചെയ്യുന്നതിൽ വലിയ പ്രശ്നമൊന്നുമില്ല, ഡയറക്റ്റ് ആയിട്ട് ചെയ്യാം. എവിടെയെങ്കിലും ലിമിറ്റ് മിസ് ആവുമോ എന്നുള്ള ഡൗട്ടൊന്നും നിങ്ങൾക്ക് വേണം. സോ ഇവിടെ നിങ്ങൾക്ക് tan ഇൻവേഴ്സ് എ മൈനസ് tan inverse minus a എന്ന് കിട്ടും. ഓക്കെ, and here you would get this, ഈ 1 by 2 പുറത്തെടുത്താൽ you would get it as 2 by 3. ഈ 2 മുകളിലത്തെ 4 ക്യാൻസൽ ചെയ്തിട്ട് you would get this as tan inverse, of course ലിമിറ്റ് മറന്നു, limit a tends to infinity tan inverse a by 2 minus tan inverse minus a by 2. സോ ഒരു സ്റ്റെപ്പ് ഞാൻ കുറച്ചുകൂടെ സ്പീഡിൽ ചെയ്യാൻ പോവാണ്. ആ സ്റ്റെപ്പ് ഞാൻ ഇവിടെ തന്നെ ചെയ്യാണ്, അടുത്തൊരു സ്റ്റെപ്പ് എഴുതിയിട്ട് ചെയ്യുന്നില്ല. കാരണം tan ഇൻവേഴ്സ് ഓഫ് മൈനസ് എ അല്ലെങ്കിൽ tan ഇൻവേഴ്സ് ഓഫ് മൈനസ് എക്സ് എന്ന് പറയുന്നത് മൈനസ് tan ഇൻവേഴ്സ് എക്സ് ആണ്. സോ അങ്ങനെ നോക്കുമ്പോൾ ഈ മൈനസ് പുറത്ത് വരും. സോ ദിസ് വിൽ ബിക്കം പ്ലസ്. ഓക്കെ, സിമിലർലി ഇതും പ്ലസ് ആവും. സോ ആ രീതിയിൽ നമുക്ക് ചെയ്യാം. സോ ഇനി വളരെ സിമ്പിൾ ആവും. 1 by 3 ലിമിറ്റ് അപ്ലൈ ചെയ്യാം. ഇവിടെ 2 tan ഇൻവേഴ്സ് എ എന്ന് പറയും. അപ്പോൾ ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ 2 times tan inverse infinity. എന്താണ് tan inverse infinity? ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ ഇത് pi by 2 ആണ്. ഓക്കെ, സോ ഐ ഹോപ്പ് യു അണ്ടർസ്റ്റുഡ്. നമുക്കിത് pi by 2 എന്ന് പറഞ്ഞ് കിട്ടും. മൈനസ് 1 by 3 ടൈംസ് 2 times pi by 3. അതേപോലെ ഇവിടെ പ്ലസ് 2 by 3 ടൈംസ് ഇവിടെ അതുപോലെ 2 times tan inverse a by 2 എന്ന് കിട്ടും. ഇൻഫിനിറ്റി അപ്ലൈ ചെയ്യുമ്പോൾ അതും tan inverse infinity by 2 എന്നത് tan inverse infinity എന്ന് വരും. അപ്പോൾ അതും pi by 2 ആയിട്ട് തന്നെ, which is 2 times pi by 2. അവിടെയും നിങ്ങൾക്ക് 2 times pi by 2 എന്ന് കിട്ടും. So what do we get? 2 cancel out. So we would get it as minus pi by 3 plus 2 pi by 3.
സോ ഇതാണ് ശരിയായ ആൻസർ. -π/3 + 2π/3 വിച്ച് ഈസ് 5/3. സോ നമുക്കിത് ഓപ്ഷനിൽ ഉണ്ടോ എന്ന് നോക്കാം. ഞാനിത് പോൾ ചെയ്യാൻ നിങ്ങൾക്ക് ഒരു ചാൻസ് തന്നിട്ടില്ല, ഐ നോ ദാറ്റ്. കാരണം ഇത് കുറച്ച് ടൈം എടുക്കുന്ന ചോദ്യം ആയതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്. ഓക്കെ, സോ ഇത് ആൻസർ ഉണ്ടോ എന്ന് നോക്കാം. 5/3. ഓഫ് കോഴ്സ് ഇറ്റ് വിൽ ബി ദെയർ. എവിടെ പോയി? യെസ്. സോ ദ റൈറ്റ് ഓപ്ഷൻ ഈസ് ഓപ്ഷൻ എ, 5/3. എ ആണ് കറക്റ്റ് ഓപ്ഷൻ. സോ ഈ ചോദ്യം നിങ്ങൾ ഇങ്ങനെയാണ് ചെയ്യുന്നത്. ഇങ്ങനെയും ചെയ്യാം, ഇങ്ങനെയാണ് എന്ന് ഞാൻ പറയുന്നില്ല, ഇങ്ങനെയും ചെയ്യാം. കോംപ്ലക്സ് അനാലിസിസ് ഉപയോഗിച്ച് ചെയ്യാം, പക്ഷെ അത് കുറച്ച് അതിൽ നമ്മൾ കോണ്ടോർ ഒക്കെ എടുക്കേണ്ടി വരും. അതിൽ ചെറിയ കൺഫ്യൂഷൻസ് ഒക്കെ വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ രീതിയിൽ അപ്രോച്ച് ചെയ്തത്. ഇതുപോലത്തെ ഒരു പ്രോബ്ലം ഉണ്ട് അടുത്ത്. ഇതേ സെയിം പ്രോബ്ലം ആണ്, ഇതിനേക്കാളും സിമ്പിളാണ്. ഓക്കെ, സോ ഐ തിങ്ക് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. യെസ്, ചില ആൾക്കാർ ഓൾറെഡി കമന്റ് ചെയ്തിട്ടുണ്ട്. സോ ദാറ്റ് ഇസ് ദ റൈറ്റ് ആൻസർ. ഓപ്ഷൻ എ ഇസ് ദ റൈറ്റ് ആൻസർ. സോ ലെറ്റ് us see the next problem. അടുത്ത ചോദ്യം നോക്കാം. ഓക്കെ, shall I go to the next question? ആരെങ്കിലും ഇത് നോട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നോട്ട് ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. anyway, I'll go to the next question. ആരുമില്ല എന്ന് വിചാരിക്കുന്നു. Now this, the value of the integral dx divided by 1 plus x square. ഇത് കുറച്ചുകൂടെ സിമ്പിൾ ആണ്. ഇതേപോലെ ചെയ്താൽ ഓൾറെഡി നമ്മൾ നേരത്തെ ചെയ്ത ചോദ്യത്തിൽ ഇതൊക്കെ വരുന്നത്. ഇവിടെ ബൈ പാർട്സ് ഒന്നും എടുക്കേണ്ട കാര്യമില്ല, അല്ലെങ്കിൽ ഡിവൈഡ് ചെയ്ത് ഫ്രാക്ഷൻ എടുക്കേണ്ട കാര്യമൊന്നുമില്ല. ഇവിടെ വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാം. സോ ഐ വിൽ ഗിവ് യു എ ചാൻസ് ദിസ് ടൈം. സോ ദ ഓപ്ഷൻസ് ആർ ഹിയർ. ഓപ്ഷൻ എ is 1, ഓപ്ഷൻ ബി is pi, ഓപ്ഷൻ സി is 1/pi, ആൻഡ് ഓപ്ഷൻ ഡി is 1/2pi. സോ ഏതാണ് ശരി ഉത്തരം എന്ന് നിങ്ങൾക്ക് ഇവിടെ മാർക്ക് ചെയ്യാം. സോ പോൾ സ്റ്റാർട്ട് ചെയ്യാം, അതേപോലെ നിങ്ങൾക്ക് ട്രൈയും ചെയ്യാം. സോ ഒരു 2 മിനിറ്റ് മതിയാവും തോന്നുന്നു. കാരണം ഇപ്പൊ നേരത്തെ നമ്മൾ ചെയ്ത അതേപോലെ തന്നെയാണ്. ഇത് ഓൾറെഡി റെഡിമെയ്ഡ് ഫോർമുലയാണ്. ഇന്റഗ്രൽ dx/1 + x². നമ്മൾ നേരത്തെ ഉപയോഗിച്ച ഫോർമുല തന്നെ. സോ അത് വെച്ച് നിങ്ങൾക്ക് ഇന്റഗ്രലിന്റെ വാല്യൂ കിട്ടും, അല്ലെങ്കിൽ ഇന്റഗ്രേറ്റ് ചെയ്ത് കിട്ടുന്ന ഫംഗ്ഷൻ കിട്ടും. പിന്നെ ആ ഫംഗ്ഷനിലേക്ക് ലിമിറ്റ് a ടെൻഡ്സ് ടു ഇൻഫിനിറ്റി അപ്ലൈ ചെയ്താൽ മതി. അഗൈൻ ഇത് ഇംപ്രോപ്പർ അല്ല ആയതുകൊണ്ട് സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ് ഇംപ്രോപ്പർ ഇന്റഗ്രൽസ് എന്ന് ചോദിക്കുന്നത്. സോ ഐ ഹോപ്പ് ദിസ് ഇസ് ഈസി. എല്ലാവർക്കും ആൻസർ ചെയ്യാൻ പറ്റും തോന്നുന്നു. ഇനി ഈ ചോദ്യത്തിൽ വല്ല ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നമുക്ക് ഡിസ്കസ് ചെയ്യാവുന്നതാണ്. പബ്ലിക് ചാറ്റിൽ, ലൈവ് ചാറ്റിൽ നിങ്ങളുടെ കൺസേൺ, നിങ്ങളുടെ ക്വയറി ചോദിച്ചാൽ മതി. വിൽ ഹാവ് എ ഡിസ്കഷൻ. സോ ഐ തിങ്ക് കുറച്ച് പേർക്ക് ഓൾറെഡി കോൾ ചെയ്തിട്ടുണ്ട്. സോ ഐ തിങ്ക് ഇറ്റ് ഇസ് വി ക്യാൻ ഷോ ദ റിസൾട്ട്. കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ ആർക്കെങ്കിലും കിട്ടിയാലും കുറച്ച് ടൈം എടുത്തിട്ടാണ് കിട്ടുന്നത്, സാരില്ല. യു ക്യാൻ വർക്ക് ഇറ്റ് ഔട്ട്. യെസ്, നല്ലൊരു ശതമാനം പറയുന്നത് ഓപ്ഷൻ എ എന്നാണ്. അയ്യോ, അപ്പോൾ പറയുന്നത് അപ്പോൾ പ്രശ്നം. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടി വരും. ഓപ്ഷൻ എ ആണ് 60% പേര് പറഞ്ഞത്. ഓപ്ഷൻ ബി 40% പേര് പറഞ്ഞു. ഓപ്ഷൻ സിയും ഡിയും ആരും പറഞ്ഞിട്ടില്ല. അപ്പോൾ നമുക്കിത് ചെയ്തു നോക്കാം, എന്താണ് ഉത്തരം വരുന്നത് നോക്കാം. യെസ്, ആസ് ഐ സെഡ്, നമുക്കിതിനെ -∞ to ∞ dx/1 + x² എന്നതിനെ ഇങ്ങനെ എഴുതാം. ലിമിറ്റ് a ടെൻഡ്സ് ടു ഇൻഫിനിറ്റി -a to a dx/1 + x². ഓക്കെ, സോ വെൻ യു ഡു ദിസ്, ഞാൻ കഴിഞ്ഞ ചോദ്യത്തിൽ ചെയ്ത അതേപോലെ തന്നെയാണ്. Integral of dx/1 / x². It is tan inverse
എക്സ്. ഓക്കെ, സോ അതേ ആൻസർ തന്നെയാണ് ഇവിടെ വരുന്നത്. ടാൻ ഇൻവേഴ്സ് എക്സ് ഫ്രം മൈനസ് എ ടു എ. സോ ഇതെന്ന് പറയുന്നത് ലിമിറ്റ് എ ടെൻസ് ടു ഇൻഫിനിറ്റി ടാൻ ഇൻവേഴ്സ് എ മൈനസ് വെറുതെ ടാൻ ഇൻവേഴ്സ് മൈനസ് എ വരും. ഓക്കെ, ഓക്കെ, സോ വളരെ സിമ്പിൾ ആണ്. ഇപ്പോൾ ലിമിറ്റ് എ ടെൻസ് ടു ഇൻഫിനിറ്റി ടാൻ ഇൻവേഴ്സ് എ മൈനസ് ടാൻ ഇൻവേഴ്സ് മൈനസ് എ. ടാൻ ഇൻവേഴ്സ് മൈനസ് എ എന്ന് പറയുന്നത് മൈനസ് ടാൻ ഇൻവേഴ്സ് എ ആണ്. സോ മൈനസും മൈനസും പ്ലസ് ആവും. അപ്പോൾ യു ഗെറ്റ് ഇറ്റ് ആസ് 2 ടാൻ ഇൻവേഴ്സ് എ എന്ന് കിട്ടും. അപ്പോൾ 2 ടൈംസ് ടാൻ ഇൻവേഴ്സ് എ, ലിമിറ്റ് എ ടെൻസ് ടു ഇൻഫിനിറ്റി അപ്ലൈ ചെയ്യുമ്പോൾ ടാൻ ഇൻവേഴ്സ് ഇൻഫിനിറ്റി എന്ന് വരും, വിച്ച് ഇസ് പൈ ബൈ 2. സോ 2 ടൈംസ് പൈ ബൈ 2, വിച്ച് ഇസ് പൈ. സോ ദ റൈറ്റ് ആൻസർ ഹിയർ ഈസ് പൈ. അതായത് ഓപ്ഷൻ ബി ആണ് ശരിയായ ഉത്തരം. ഓക്കെ, സോ ഓപ്ഷൻ എ മാർക്ക് ചെയ്തവർക്ക് തെറ്റൊന്നുമില്ല. നിങ്ങൾക്ക് എവിടെയാണ് തെറ്റ് പറ്റിയതെന്ന് നോക്കുക, അത് മനസ്സിലാക്കിയിട്ട് കറക്റ്റ് ചെയ്യുക. ഓക്കെ, ഇപ്പൊ തെറ്റ് പറ്റിയ കുഴപ്പമൊന്നുമില്ല. ആൻസർ ഫൈനൽ എക്സാമിന് ഇനി ഒരു ദിവസം ഉണ്ടല്ലോ, അന്നേരം തെറ്റ് പറ്റാതിരിക്കുക. സോ മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. സോ ലെറ്റ് us see the next question. അടുത്ത ചോദ്യത്തിലോട്ട് പോകാം. യെസ്, ഈ ചോദ്യം നമുക്ക് അവസാനത്തേക്ക് വെക്കാം. കാരണം ഇതും കുറച്ച് ടൈം എടുക്കുന്ന ചോദ്യമാണ്. ഇപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഇതുപോലത്തെ ചോദ്യം കണ്ടതുകൊണ്ട് നമുക്കിത് കുറച്ച് ടൈം എടുത്തിട്ട് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ നോട്ട് ചെയ്ത് വെച്ച് നിങ്ങൾക്ക് ട്രൈ ചെയ്യാവുന്നതാണ്. ഓക്കെ, സോ ദിസ് യു ക്യാൻ ടേക്ക് ഇറ്റ് ആസ് എ വർക്ക്ഔട്ട് പ്രോബ്ലം. നിങ്ങൾക്ക് ഇതൊന്ന് വർക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. ഓൾറൈറ്റ്, ഈ ചോദ്യം നിങ്ങളത് നോട്ട് ചെയ്ത് വെച്ചോളൂ. യു ക്യാൻ വർക്ക് ഇറ്റ് ഔട്ട് യുവർ സെൽഫ്. ഓക്കെ, സോ നിങ്ങൾക്ക് ഇത് കിട്ടുന്നില്ലെങ്കിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓൾറൈറ്റ്, സോ നമുക്ക് അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. So the next question is this: if f of z is a regular function of z and if f of z is continuous at each point, and if f of z is continuous at each point within and on a closed contour C, then which of the following statement is correct? That f of z is regular function of z and if f of z is continuous at each point within a particular domain. Okay, regularity എന്ന് പറയുന്നത് the function is said to be regular at a point z if it has a neighbor, if for every neighborhood you take അതിനകത്തുള്ള എല്ലാ പോയിന്റ്സും ഡിഫറൻഷ്യബിൾ ആണെങ്കിൽ അതിനെ റെഗുലർ എന്ന് വിളിക്കും. സോ അങ്ങനെ ഡൊമൈനിലെ എല്ലാ പോയിന്റും റെഗുലർ ആണെങ്കിൽ നമ്മൾ ആ ഫംഗ്ഷൻ ആ ഡൊമൈനിൽ അനലിറ്റിക് ആണെന്ന് പറയും. മറ്റൊരു വേ ഓഫ് സീയിങ് അനലിറ്റിസിറ്റിയാണ്. ഓക്കെ, സോ എന്നിരുന്നാലും ഇതെന്താണ് ചോദ്യം നമുക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഈ താഴെ പറഞ്ഞ സ്റ്റേറ്റ്മെന്റിൽ ഏതാണ് ശരിയെന്നാണ് ചോദ്യം. സോ ഇറ്റ്സ് അപ് ടു യു. ഇറ്റ്സ് വെരി സിമ്പിൾ. സോ ഓപ്ഷൻ എ ഈസ്, അങ്ങനെയാണെങ്കിൽ ഇന്റഗ്രൽ ഓൺ ദിസ് ക്ലോസ്ഡ് കോണ്ടൂർ സി f of z dz is equal to 2 pi. Integral c f of z dz is equal to 0. അതാണ് ഓപ്ഷൻ ബി. ഓപ്ഷൻ സി ഇന്റഗ്രൽ c f of z dz is equal to pi and integral on closed contour c f of z dz is equal to pi by 2. സോ യെസ്, ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഏതാണ് ശരി നോക്കിയാൽ മാർക്ക് ചെയ്യാം. വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ്. ഇത് ശരിക്കും ഒരു തിയറത്തിന്റെ സ്റ്റേറ്റ്മെന്റ് ആണെന്ന് വേണമെങ്കിൽ പറയാം ഈ ക്വസ്റ്റ്യൻ. ഇത് കൂടുതൽ ആലോചിക്കാനൊന്നുമില്ല, ആ സ്റ്റേറ്റ്മെന്റ് മനസ്സിലാക്കണം, ആൻസർ ചെയ്യണം. നമുക്ക് പോൾ ആരൊക്കെയാണ് ചെയ്തിരിക്കുന്നത്, ശരിയായ ഉത്തരം തന്നിരിക്കുന്നത് നോക്കാം. let us see the result. 100% പേരും ഓപ്ഷൻ ബി ആണ് പറഞ്ഞിരിക്കുന്നത്. ദാറ്റ് ഈസ് ഇന്റഗ്രൽ സി എഫ് ഓഫ് സെഡ് ഡി സെഡ് ഈസ് ഈക്വൽ ടു 0. എക്സാക്ട്ലി. സോ ഈ തിയറത്തിനൊരു അല്ലെങ്കിൽ ഈ ഒരു റൂളിനൊരു പ്രത്യേക പേരുണ്ട്. സോ നിങ്ങൾക്കറിയാം. ആക്ച്വലി അത് ബേസ് ചെയ്തിട്ടാണ് അടുത്ത ചോദ്യം. സോ ഇങ്ങനെ മാറ്റി മാറ്റിയിട്ട് ഈ ചോദ്യങ്ങൾ പല വർഷങ്ങളിലായിട്ട് ചോദിക്കും. 2018 ചോദിച്ചാണ്. അടുത്ത ചോദ്യം നമുക്ക് നോക്കാം.
അടുത്ത ചോദ്യം എന്ന് പറയുന്നത് അതേ സംഭവത്തിന്റെ തന്നെ മറ്റൊരു ഫോം 2019 ചോദിച്ചത്. ഓക്കെ, 2020 ഇതുപോലത്തെ ചോദ്യം ചോദിച്ചിട്ടില്ല. സോ ഈ വർഷം നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യും. ഇതിൽ പറയുന്നത് if f of z is a regular function of z and if of z is continuous at each point within and on a closed contour C, then integral c f of z dz equal to 0. അതവിടെ തന്നിട്ടുണ്ട്. കഴിഞ്ഞ ചോദ്യത്തിൽ ഇതാണ് ചോദിച്ചിരിക്കുന്നത്, ഈ ചോദ്യത്തിൽ ഇത് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇതെന്താണ് എന്നാണ് ചോദ്യം. ഓപ്ഷൻ എ കോഷീസ് തിയറം, ഓപ്ഷൻ ബി റീമാൻ ഇക്വാലിറ്റി ആൻഡ് ഓപ്ഷൻ സി റെസിഡ്യൂ തിയറം ആൻഡ് ഡിറിച്ലെറ്റ് കണ്ടീഷൻ, ദാറ്റ് ഈസ് ഓപ്ഷൻ ഡി. സോ നിങ്ങൾക്ക് ഏതാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് മാർക്ക് ചെയ്യാം. സോ ഐ ഓപ്പൺ ദ പോൾ. ഇറ്റ്സ് വെരി സിമ്പിൾ അല്ലേ? ഇതിന്റെ പേരെന്താണ്? ഇറ്റ്സ് എ നെയിംഡ് റിസൾട്ട്. ഇതൊരു നെയിംഡ് റിസൾട്ട് ആണ്. കോംപ്ലക്സ് അനാലിസിസ് വളരെ ഫേമസ് ആയിട്ടുള്ള റിസൾട്ടുകളൊന്നും. സോ ഐ തിങ്ക് യു ക്യാൻ സീ ദ പോൾ റിസൾട്ട്. എല്ലാവരും പോൾ ചെയ്തിട്ടെന്ന് വിശ്വസിക്കുന്നു. യെസ്, 83% ഓപ്ഷൻ എ ആണ് പറയുന്നത് കോഷി തിയറം. ഓപ്ഷൻ സി 16% പറയുന്നുണ്ട്. സോ മേ ബി കൺഫ്യൂസ് ആയതാണോ എന്ന് എനിക്കറിയില്ല. പക്ഷെ റെസിഡ്യൂ തിയറം എന്ന് പറയുന്നത് ഇതല്ല. റെസിഡ്യൂ തിയറം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ ക്ലോസ്ഡ് കോണ്ടോറിൽ വരുന്ന ഇന്റഗ്രലിനെ എങ്ങനെ കണ്ടുപിടിക്കാം, അതായത് ഇതാണ് റെസിഡ്യൂ തിയറം. എഫ് ഓഫ് സെഡ് ഡി സെഡ് ഈസ് ഈക്വൽ ടു നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ വൈൻഡിങ് നമ്പർ വെച്ചിട്ട് ആൻസർ കണ്ടുപിടിക്കും. 2πi ടൈംസ് റെസിഡ്യൂ സം ഓഫ് ദ റെസിഡ്യൂസ് ഓഫ് ദ പോൾസ്. ഏതൊക്കെ പോളിലാണോ അവിടെയൊക്കെ നമ്മൾ റെസിഡ്യൂസ് കണ്ടുപിടിക്കും. z ഈക്വൽ ടു പി എന്ന് പറയുന്ന പോളാണ്. സോ ഇതാണ് റെസിഡ്യൂ തിയറം. ഓക്കെ, റീമാൻ ഇക്വാലിറ്റി എന്ന് പറയുന്നത് കോഷി റീമാൻ ഇക്വാലിറ്റിയാണ്. ഡിറിച്ലെറ്റ് കണ്ടീഷൻ അത് ഇതിൽ വരാത്തൊരു സംഭവമാണ്, അല്ലെങ്കിൽ കോംപ്ലക്സ് അനാലിസിലുള്ള തന്നെ, പക്ഷേ ഈ കോൺസെപ്റ്റിൽ വരാത്തതാണ് ഡിറിച്ലെറ്റ് കണ്ടീഷൻ. വെറുതെ ഒരു ഓപ്ഷൻ കൊടുക്കണമെന്ന് വെറുതെ കൊടുക്കുകയാണെന്നാണ് തോന്നുന്നത്. സോ എനിവേ, കോഷീസ് തിയറാണ് ശരിയായ ഉത്തരം. ഓക്കെ, ഇതാണ് ഡിറിച്ലെറ്റ് തിയറം. ഇതുമായിട്ട് ബേസ് ചെയ്തിട്ടുള്ള ഒരു ചോദ്യം ഉണ്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൽ. നമുക്ക് സമയമുണ്ടെങ്കിൽ നമുക്കത് എടുക്കാം. ഓക്കെ, സോ ഐ തിങ്ക് വി ക്യാൻ വൈൻഡ് അപ്പ് ദിസ് ക്വസ്റ്റ്യൻ. അടുത്ത ചോദ്യത്തിലോട്ട് പോകാൻ തോന്നുന്നു. So the right option is option A, Cauchy's theorem. So this is residue theorem alla, Cauchy theorem ആണ് right answer. Okay, so let us see the next question. അടുത്ത ചോദ്യം നോക്കാം. യെസ്, ഇത് വളരെ ഇനി തൊട്ട് അങ്ങോട്ട് പോൾസും സിംഗുലാരിറ്റിയും ബേസ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങളാണ്. Given f of z is equal to sin z by z to the power 4, f of z has a pole of order. സോ എന്താണ് പോൾ എന്ന് നിങ്ങൾക്ക് അറിയാമെന്ന് വിശ്വസിക്കുന്നു, അല്ലെങ്കിൽ സിംഗുലാരിറ്റി എന്താണെന്ന് വിശ്വസിക്കുന്നു. ഇനി അഥവാ അറിയില്ലെങ്കിൽ നമുക്കൊന്ന് പെട്ടെന്ന് നോക്കാം. സോ ഒരു ഫംഗ്ഷൻ എഫ് ഓഫ് സെഡ് ഒരു പെർട്ടിക്കുലർ പോയിന്റിൽ അനലിറ്റിക് അല്ലെങ്കിൽ ആ പോയിന്റിനെയാണ് പോയിന്റ് ഓഫ് സിംഗുലാരിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, സപ്പോസ് സെഡ് ഇവിടെ ഈ ഒരു എക്സാമ്പിൾ തന്നെ വെച്ച് നോക്കാം നമുക്ക്. സെഡ് എഫ് ഓഫ് സെഡ് ഈസ് ഈക്വൽ ടു സൈൻ സെഡ് ബൈ സെഡ് ടു ദ പവർ 4. സോ നിങ്ങൾക്ക് പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ ആൻസർ പോൾ ചെയ്യാം. ഇവിടെ z ഈക്വൽ ടു 0 ഇത് അനാലിറ്റിക് അല്ല. സോ അതിനെയാണ് പോയിന്റ് ഓഫ് സിംഗുലാരിറ്റി എന്ന് വിളിക്കുന്നത്. ഓക്കെ, വേർ ഇറ്റ് ഈസ് നോട്ട് അനാലിറ്റിക്. പക്ഷെ സിംഗുലാരിറ്റീസിൽ തന്നെ പല ടൈപ്പ് ഓഫ് സിംഗുലാരിറ്റീസ് ഉണ്ട്. റിമൂവബിൾ സിംഗുലാരിറ്റി, പോൾ എന്നൊക്കെ പറഞ്ഞിട്ട് പല കാറ്റഗറീസിൽ വരുന്നത്. ഇതിൽ റിമൂവബിൾ സിംഗുലാരിറ്റി എപ്പോഴാണ് വരുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ലിമിറ്റ് ഇവിടെ z tends to 0, ഈ 0 ആണ് സിംഗുലാരിറ്റി പോയിന്റ്. എഫ് ഓഫ് z എന്ന് പറയുന്നത് ഒരു ഫൈനൈറ്റ് വാല്യൂ ആണെങ്കിൽ ഈ സിംഗുലാരിറ്റിയെ നമുക്ക് റിമൂവബിൾ സിംഗുലാരിറ്റി എന്ന് വിളിക്കാം. കാരണം നമ്മൾക്ക് ആ രീതിയിൽ അതിനെ ഡിഫൈൻ ചെയ്തിട്ട് ഫംഗ്ഷൻ അവിടെ അങ്ങനെ ഡിഫൈൻ ചെയ്തിട്ട് നമുക്ക് അതിന്റെ പുതിയ രീതിയിൽ എടുക്കാവുന്നതാണ് ഫംഗ്ഷൻ. അങ്ങനെയാണെങ്കിൽ അങ്ങനെ നമുക്ക് ആ സിംഗുലാരിറ്റിനെ റിമൂവ് ചെയ്യാം. അതുകൊണ്ടാണ് റിമൂവബിൾ സിംഗുലാരിറ്റി എന്ന് പറയുന്നത്. അതേസമയം
ഈ വാല്യൂ ഇൻഫൈനൈറ്റ് ആണെങ്കിൽ അവിടെയാണ് ഈ z പോൾ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇതിനെയാണ് z ഈക്വൽ ടു പോൾ എന്ന് പറയുന്നത്. സോ ഇവിടെ z പോൾ ആണ്, നമുക്ക് നോക്കിയാൽ മനസ്സിലാവും. ലിമിറ്റ് z ടെൻസ് ടു ഇൻഫിനിറ്റി എന്ന് കൊടുക്കുമ്പോൾ ഇത് ഇൻഫിനിറ്റി ആവും. സോ ഇറ്റ് ഈസ് എ പോൾ ഹിയർ. സോ അങ്ങനെയാണെങ്കിൽ പോളിന്റെ ഓർഡർ എന്താണ് എന്നാണ് ചോദ്യം. സോ നിങ്ങൾക്കൊന്ന് ട്രൈ ചെയ്യാം. ഓർഡർ ഓഫ് എ പോൾ നിങ്ങളുടെ ആൻസർ നോക്കിയിട്ട് നമുക്ക് കണ്ടുപിടിക്കാം. സോ ഐ തിങ്ക് കുറെ പേര് വോട്ട് ചെയ്തിട്ടുണ്ടോ തോന്നുന്നു. ലെറ്റ് us see the result. നമുക്ക് ഇതിന്റെ റിസൾട്ട് നോക്കാം. യെസ്, നല്ലൊരു ശതമാനം പേര് ഓപ്ഷൻ സി ആണ് മാർക്ക് ചെയ്തിരിക്കുന്നത്. 4 at z is equal to 0. കുറച്ച് പേര് ഓപ്ഷൻ എ പറയുന്നുണ്ട്, ബാക്കി കുറച്ച് പേര് ഓപ്ഷൻ ബി പറയും. എനിക്ക് തോന്നുന്നു ഓപ്ഷൻ എ മാർക്ക് ചെയ്യുന്നത് പോലെയാണ് എനിക്ക് തോന്നുന്നത്. കാരണം z ഈക്വൽ ടു 1 ഒന്നാമത് സിംഗുലാരിറ്റി അല്ല, അല്ലെങ്കിൽ പോൾ അല്ല. സോ ഓപ്ഷൻ എ വരാനുള്ള എന്തായാലും ചാൻസ് ഇല്ല. ബി സി ഡിയിൽ ഏതെങ്കിലും വരാനാണ് ചാൻസ്. സോ 2 ആരും തന്നെ പറഞ്ഞില്ല, അതായത് ഡി ഓപ്ഷൻ ആരും പറഞ്ഞില്ല. സോ ബിയിലും സിയിലും ആണ് ശരിക്കും കൺഫ്യൂഷൻ വരാൻ ചാൻസ് ഉള്ളത്. സോ നല്ലൊരു ശതമാനം സി തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. കാരണം സാധാരണ നമ്മൾ ഇത് പഠിക്കുമ്പോൾ ഒരു ചെറിയൊരു എന്താ പറയുക ട്രിക്ക് പഠിക്കുന്നത്, ഡിനോമിനേറ്ററിന്റെ പവർ എന്താണോ അതാണ് ഓർഡർ എന്ന രീതിയിൽ നമ്മൾ മനസ്സിലാക്കി വെക്കും. പക്ഷെ ഇവിടെ ഒരു ചെറിയ പ്രശ്നമുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിനോമിനേറ്ററിന്റെ പവർ 4 ആണ്, അതിൽ തെറ്റൊന്നുമില്ല. പക്ഷെ ഞാൻ പറയാം, പോൾ ഇൻ ദ ഓർഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദാറ്റ് മിനിമം വാല്യൂ ഓഫ് n സച്ച് ദാറ്റ് ലിമിറ്റ് z ടെൻസ് ടു 0, ഇവിടെ 0 ആണ് പോൾ. അതുകൊണ്ട് z ടു ദ പവർ n sin z ബൈ z ടു ദ പവർ 4, ഇത് എപ്പോഴാണോ ഫൈനൈറ്റ് ആവുന്നത് അല്ലെങ്കിൽ നോൺ സീറോ ആവുന്നത്, ഫൈനൈറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് നോൺ സീറോ ഫൈനൈറ്റ് വാല്യൂ എന്ന രീതിയിലാണ്. ഓക്കെ, ഇത് എപ്പോഴാണോ ഫൈനൈറ്റ് ആവുന്നത് അതിന് എന്ത് മിനിമം വാല്യൂ ഓഫ് n ആണോ വേണ്ടത് അതാണ് നമ്മളുടെ എന്താ പറയുന്നത് ഓർഡർ എന്ന് പറയുന്നത്. ഓക്കെ, നോൺ സീറോ ഫൈനൈറ്റ് എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്, ഫൈനൈറ്റ് കൊണ്ട്. സോ ഇത് എപ്പോഴാണ് ആവുക? n ഈക്വൽ ടു 4 വരുമ്പോൾ സ്വാഭാവികമായിട്ടും z ടു ദ പവർ z4 ക്യാൻസൽ ആവും, സൈൻ z മാത്രം വരും. ലിമിറ്റ് z ടെൻസ് ടു സൈൻ z എന്ന് പറയുന്നത് 0 ആണ് വരിക. സോ ഞാൻ പറഞ്ഞു നോൺ സീറോ ഫൈനൈറ്റ് വാല്യൂ ആണ്, നോൺ സീറോ ഫൈനൈറ്റ് വാല്യൂ. ഓക്കെ, സോ അതിന് വേണ്ടുന്നത് ഈ n വാല്യൂ 3 ഇട്ട് കൊടുത്താൽ മതി. സോ n is equal to 3, ഇതാണ് മിനിമം വാല്യൂ. സോ ദാറ്റ് യു ക്യാൻ സി ലിമിറ്റ് z ടെൻസ് ടു 0, z to the power 3 sin z by z4, z power 4. So z power 3 z power 4 cancel ചെയ്താൽ we would get limit z tends to 0 sin z by z. Now what is this sin z by z? Limit z tends to 0, it is 1, which is non-zero finite value. So therefore ഈ minimum value of n ആണ് നമ്മളുടെ ഓർഡർ, പോളിന്റെ ഓർഡർ. So the right option is option B. That is the order of the pole, that is f of z has a pole of order 3 at z equal to 0 ആണ് ശരിയായ ആൻസർ. ഓപ്ഷൻ ബി is the right answer. സോ ഇതുപോലത്തെ കറക്കാനുള്ള ചോദ്യങ്ങൾ ചിലപ്പോൾ അവർ തരും, പെട്ടെന്ന് കണ്ടപാടെ നമ്മൾ സൂക്ഷിക്കാതെ ആൻസർ ചെയ്യുക. ഓക്കെ, സോ ലെറ്റ് us see the next question. ഇത് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. സോ അടുത്ത ചോദ്യം ഇതാണ്. For a function f of z is equal to z to the power 4 divided by z minus 1 whole power 4 times z minus 2 times z minus 3. The pole at z equal to z equal to 1 is of dash order. ഇത് വളരെ സിമ്പിൾ ആണ്, ഇത് നിങ്ങൾക്ക് തന്നെ ട്രൈ ചെയ്യാവുന്നതാണ്. സോ പോൾ സ്റ്റാർട്ട് ചെയ്യാം. അഡ്മിൻ പ്ലീസ് സ്റ്റാർട്ട് ദ പോൾ. സോ ഇതുപോലുള്ള പോളിനോമിയൽ ഫംഗ്ഷൻസ് ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും വരുമ്പോൾ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ ചാൻസ് ഇല്ല. പോളും അതിന്റെ ഓർഡറും ഒക്കെ കുറെ കൂടെ ഡയറക്റ്റ് ആയിരിക്കും. സോ ഓൾറെഡി ഓൾമോസ്റ്റ് എല്ലാവരും ആൻസർ ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. യെസ്, കുറെ പേരൊക്കെ ചെയ്തിട്ടുണ്ട്. So I think
We can see the result. Yes, 66% ഓപ്ഷൻ ബി ആണ് പറഞ്ഞിരിക്കുന്നത്. ദാറ്റ് ഈസ് നൺ ഓഫ് ദിസ്. കുറച്ച് പേര് ഓപ്ഷൻ എ പറയുന്നുണ്ട്, കുറച്ച് പേര് ഓപ്ഷൻ ബി, ആരും തന്നെ സി പറയുന്നില്ല. സോ ഇവിടെ ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി തന്നെയാണ്. കാരണം ഈ ഓപ്ഷനിൽ അതിന്റെ ശരിയായ പോൾ അല്ലെങ്കിൽ ഓർഡർ കൊടുത്തിട്ടില്ല. ഇവിടെ ഓർഡർ എന്ന് പറയുന്നത് Z-1ന്റെ Z=1 എന്ന പോളിന്റെ ഓർഡർ 4 ആണ്. കാരണം ഞാൻ പറഞ്ഞു, the order is that minimum value with which you give limit. Here z tends to 1 ആണ് കൊടുക്കേണ്ടത്. ഓക്കെ, z tends to 1, z-1 to the power n times z to the power 4 divided by z-1 to the power 4 times z-2 times z-3. ഇത് ഫസ്റ്റ് ടൈം നോൺ സീറോ വാല്യൂ എവിടെയാണ് ആവുന്നത്, ദ മിനിമം വാല്യൂ ഓഫ് z where it becomes നോൺ സീറോ, അതാണ് ഇതിന്റെ പോൾ അല്ലെങ്കിൽ ഓർഡർ ഓഫ് ദ പോൾ. സോ n ഇവിടെ 4 കൊടുത്താൽ ഒറ്റയടിക്കത് നോൺ സീറോ ആണ്. സോ വി ക്യാൻ സി n4 വരുമ്പോൾ z-1 to the power 4 and z-1 to the power, ന്യൂമറേറ്റർ ഡിനോമിനേറ്റർ ക്യാൻസൽ ആവും. സോ നിങ്ങൾ ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ യു വുഡ് ഗെറ്റ് 1 ഡിവൈഡഡ് ബൈ -1 ടൈംസ് -2 വിച്ച് ഈസ് 2 എന്ന് കിട്ടും. സോ 1/2 എന്ന് നിങ്ങൾക്ക് കിട്ടും ഇവിടെ. ഓക്കെ, സോ വിച്ച് ഈസ് നോട്ട് സീറോ, സോ വിച്ച് ഈസ് എ ഫൈനൈറ്റ് വാല്യൂ. സോ അതാണ് ഇതിന്റെ ഓർഡർ. ഓക്കെ, ഇതിനെ മറ്റൊരു ചില ബുക്കുകൾ നിങ്ങൾ കോംപ്ലക്സ് അനാലിസിസ് കുറച്ചുകൂടി ഡീപ്പായിട്ട് നോക്കുമ്പോൾ ചില ബുക്കുകളിൽ ഈ ഓർഡർ ഓഫ് എ പോളിനെ പുതിയൊരു ഫംഗ്ഷൻ ആയിട്ട് എടുത്തിട്ട് എന്താ പറയാ, ഈ പോളിനെ തന്നെ റിമൂവബിൾ സിംഗുലാരിറ്റി ആക്കി മാറ്റുന്നുണ്ട് മറ്റൊരു ഫംഗ്ഷൻ. അത് ഒരു എക്സ്റ്റൻഷൻ ആണ് ഇതിന്റെ. അത്ര നിങ്ങൾ ഇവിടെ അത്ര ഇമ്പോർട്ടന്റ് അല്ല, പക്ഷെ അത് അറിഞ്ഞിരിക്കും. അതൊരു രസമാണ് ഇത് ചെയ്യുമ്പോൾ. കോംപ്ലക്സ് അനാലിസിസിൽ പല രീതിയിൽ നമ്മൾ ഇതിനെ കാണുന്നത് കൊണ്ട് തന്നെയാണ് ഇതിന്റെ ഉത്തരങ്ങൾ പലപ്പോഴും കൺഫ്യൂഷൻ വരുന്നത്. ഓരോ പുസ്തകത്തിലും ഓരോ രീതിയിലാണ് ഓരോന്ന് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. സോ നമ്മൾ രണ്ട് പുസ്തകം വെച്ച് പഠിക്കുമ്പോൾ ചിലപ്പോൾ കൺഫ്യൂഷൻ വരാൻ ചാൻസ് ഉണ്ട്. സോ കോംപ്ലക്സ് അനാലിസിസ് പഠിക്കാൻ കഴിയുന്നത് ഒരു ബുക്ക് നിങ്ങൾ റെഫർ ചെയ്യാം. കുറെ ബുക്കുകൾ റെഫർ ചെയ്യുമ്പോൾ കൺഫ്യൂഷൻ വരാൻ ചാൻസ് ഉണ്ട്. സോ ലെറ്റ് us go to the next question. വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമായിരുന്നു. സോ അടുത്ത ചോദ്യം, യെസ്, we have to find the residue of this particular function z divided by z-a times z-b at infinity. സോ റെസിഡ്യൂ അറ്റ് ഇൻഫിനിറ്റി, ഞാൻ പറഞ്ഞു കോംപ്ലക്സിൽ പല ക്വസ്റ്റ്യനും അല്ലെങ്കിൽ പല ബുക്ക് നോക്കി പഠിക്കുമ്പോൾ പല രീതിയിലായിരിക്കും ഉണ്ടാവുക. ഈ റെസിഡ്യൂ എന്ന് പറയുന്ന കാര്യം ചില ബുക്കുകളിൽ പല രീതിയിലായിരിക്കും ഫോർമുലാസ് കൊടുത്തിട്ടുണ്ടാവും. എസ്പെഷ്യലി റെസിഡ്യൂ അറ്റ് ഇൻഫിനിറ്റി എന്നൊക്കെ പറയുന്ന കോൺസെപ്റ്റ് വരുമ്പോൾ പല രീതിയിലുള്ള ഫോർമുലാസ് നിങ്ങൾക്ക് പല ബുക്കിലും കാണാം. ഏതെങ്കിലും ഒന്ന് സ്റ്റിക്ക് ഓൺ ചെയ്യാം. സോ ഇവിടെ ഇപ്പോൾ ഞാൻ 2 എണ്ണം പറഞ്ഞുതരാം. എന്തായാലും നിങ്ങൾക്ക് ഇതിന്റെ ഉത്തരം അറിയാമെന്ന് എനിക്കറിയില്ല. സോ ഐ തിങ്ക് ഇതൊരു പുതിയൊരു ടൈപ്പ് ചോദ്യമാണ്. റെസിഡ്യൂ ആദ്യമായിട്ട് വരുന്നതുകൊണ്ട് നമുക്ക് ഒരുമിച്ച് ചെയ്യാൻ തോന്നുന്നു. നിങ്ങൾക്ക് അറിയാമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്യുക. ദ റെസിഡ്യൂ ഓഫ് ദിസ് പെർട്ടിക്കുലർ അറ്റ് ഇൻഫിനിറ്റി എന്ന് പറയുന്നത് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത് ഈ ഒരു എന്താ പറയാ, ഒരു പർട്ടിക്കുലർ ഫോർമുല വെച്ചിട്ടാണ്. സോ പല രീതിയിലുണ്ട് ഫോർമുലാസ്, ഞാൻ പറഞ്ഞു. ഒരു പർട്ടിക്കുലർ മെത്തേഡ് എന്ന് പറയുന്ന ഫോർമുല ഇതാണ്. സോ residue at infinity is given by the formula minus z times, limit apply, limit z tends to infinity minus ഇതൊരു ഫോർമുലയാണ്. ഓക്കെ, ഇത് വൺ ഓഫ് ദ ഫോർമുല ലിമിറ്റ് അറ്റ് ഇൻഫിനിറ്റി കണ്ടുപിടിക്കുക. സോ ഈ ഫോർമുല വെച്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ചെയ്യാൻ വലിയ പ്രശ്നമൊന്നുമില്ല, എളുപ്പത്തിൽ ചെയ്യാവുന്നതാണ് ഈ ചോദ്യം. സോ നമുക്ക് ഈ ഫോർമുല വെച്ച് എഫ് ഓഫ് സെറ്റ് എന്ന് പറയുന്നത് z ഡിവൈഡഡ് ബൈ z-a ടൈംസ് z-b ആണ്. സോ വി ക്യാൻ അപ്ലൈ ദ ലിമിറ്റ്. സോ അല്ലെങ്കിൽ വേണ്ട, ഞാൻ എന്തായാലും ഫോർമുല പറഞ്ഞു തരുന്നുണ്ട്, നിങ്ങളൊന്ന് ലിമിറ്റ് അപ്ലൈ ചെയ്തിട്ട് ആൻസർ കിട്ടുന്നുണ്ടോ നോക്കിയല്ലേ. സോ ലെറ്റ് us see. നമുക്ക് പോൾ സ്റ്റാർട്ട് ചെയ്യാൻ തോന്നുന്നു. ലെറ്റ് them try once. ഫോർമുല തന്നിട്ടുണ്ട്, നിങ്ങൾ ഈ ഫോർമുല വെച്ചൊന്ന് ട്രൈ ചെയ്തു.
ഐ എം സോറി, ഓപ്ഷൻസ് കാണുന്നില്ല അല്ലേ? ഓപ്ഷൻസിന്റെ ആവശ്യമില്ല ശരിക്കും നിങ്ങൾ, കാരണം നിങ്ങൾ എന്തായാലും റെസിഡ്യൂ കണ്ടുപിടിക്കാൻ പോവാണല്ലോ. ആ ഓപ്ഷൻ അത് ഓപ്ഷനിൽ ഇട്ടോ നോക്കിയാൽ മതി. പക്ഷേ ഓപ്ഷൻ എന്താണെന്ന് അറിയാതെ നിങ്ങൾ എങ്ങനെ കോൾ ചെയ്യല്ലേ? ഐ എം സോറി, എൻ്റെ മിസ്റ്റേക്ക് ആയിരുന്നു. സോ ഇതാണ് ഓപ്ഷൻസ്. സോ എനിവേ ഞാൻ ഫോർമുല ഇവിടെ എഴുതാം. റെസിഡ്യൂ അറ്റ് z equal to infinity is limit z tends to infinity minus z f of z. This is a formula. സോ കുറച്ച് പേര് വോട്ട് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ഈ ഫോർമുലാസിന്റെ കൂട്ടത്തിൽ ഏറ്റവും എളുപ്പമുള്ള ഫോർമുല ഇതാണ്, റെസിഡ്യൂ കണ്ടുപിടിക്കുന്നതിൽ. അതുകൊണ്ടാണ് ഞാൻ ഇത് തന്നത്. വേറെ ഒന്നുണ്ട്, അത് കുറച്ച് വലുതാണ്. അത് വേണ്ട, ഇത് മതി. കാരണം വേറൊരു ഐഡിയ കൂടെ പറയാം. റെസിഡ്യൂ കണ്ടുപിടിക്കുന്നത്, റെസിഡ്യൂ അറ്റ് ഇൻഫിനിറ്റി, എസ്പെഷ്യലി റെസിഡ്യൂ അറ്റ് ഇൻഫിനിറ്റി കണ്ടുപിടിക്കുന്നതിൽ വേറൊരു മെത്തേഡ് കൂടി, അതും കൂടി പറയാം. എന്തായാലും നിങ്ങളിത് ചെയ്ത് കഴിഞ്ഞിട്ടാകുമ്പോൾ അത് പറയാം. സോ ഐ ഹോപ്പ് എല്ലാവരും ഓപ്ഷൻസ് പ്ലോട്ട് ചെയ്യാൻ മീൻസ് മാർക്ക് ചെയ്യുമ്പോൾ വിശ്വസിക്കുന്നു. സോ എനിക്ക് തോന്നുന്നു അഡ്മിൻ, ഐ തിങ്ക് വി ക്യാൻ സീ ദ ഓപ്ഷൻസ്. എല്ലാവരും തന്ന ഓപ്ഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇറ്റ്സ് ഗ്രേറ്റ്. നല്ലൊരു ശതമാനം ഓപ്ഷൻ ഡി ആണ് പറഞ്ഞിരിക്കുന്നത്, 71%. ആൻഡ് ഓപ്ഷൻ എ 14% പറഞ്ഞിട്ടുണ്ട്. ഓപ്ഷൻ ഡി 14%, ഓപ്ഷൻ സി 14% പറഞ്ഞു. ഓപ്ഷൻ ബി ആരും പറഞ്ഞിട്ടില്ല. സോ നമുക്ക് ഈ ഫോർമുല തന്നെ ഇവിടെ ഡയറക്റ്റ് അപ്ലൈ ചെയ്യാം. സോ വി വിൽ ഗെറ്റ് ദ റെസിഡ്യൂ ടു ബി ഈക്വൽ ടു ലിമിറ്റ് z ടെൻസ് ടു ഇൻഫിനിറ്റി മൈനസ് z ടൈംസ് f of z. f of z എന്ന് പറയുന്നത് z ഡിവൈഡഡ് ബൈ z മൈനസ് a ടൈംസ് z മൈനസ് b ആണ്. സോ ഇവിടെ മൈനസ് z ടൈംസ് z ഉണ്ട്. സോ നമുക്ക് ഇത് അത്ര ഡയറക്റ്റ് അല്ല. സോ കുറച്ച് നമ്മൾ ഇതിനെ റീറൈറ്റ് ചെയ്യണം, അല്ലെങ്കിൽ റീഅറേഞ്ച് ചെയ്യണം. സോ ലിമിറ്റ് എപ്പോഴും വേണമെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ ചില ആൾക്കാർ ലോപ്പിത്താൾസ് റൂൾ അപ്ലൈ ചെയ്യുന്നുണ്ടാവും. തെറ്റൊന്നുമില്ല, യു ക്യാൻ യൂസ് ഇറ്റ്. അതർവൈസ് യു ക്യാൻ ഡു ഇറ്റ് ലൈക്ക് ദിസ്, മൈനസ് z സ്ക്വയർ ഡിവൈഡഡ് ബൈ, ഇവിടെ z ഉണ്ട്, ഇവിടെയും z ഉണ്ട്. സോ രണ്ട് ഫാക്ടേഴ്സ് ഒന്നും അല്ലെങ്കിൽ രണ്ട് ഫാക്ടേഴ്സ് ഒന്നും നമ്മൾ z പുറത്തെടുക്കും. സോ വി വുഡ് ഗെറ്റ് z സ്ക്വയർ ടൈംസ് 1 മൈനസ് a ബൈ z ടൈംസ് 1 മൈനസ് b ബൈ z എന്ന് വരും. സോ ഇപ്പൊ നമുക്ക് ഈ z സ്ക്വയറും ന്യൂമറേറ്ററിലെ z സ്ക്വയറും ക്യാൻസൽ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കിട്ടും. സോ വി വിൽ ഗെറ്റ് ലിമിറ്റ് z ടെൻസ് ടു ഇൻഫിനിറ്റി മൈനസ് 1 ബൈ 1 മൈനസ് a ബൈ z ടൈംസ് 1 മൈനസ് b ബൈ z. സോ ഇപ്പൊ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഇവിടെ ലിമിറ്റ് ഓരോന്നിനും അപ്ലൈ ചെയ്യും. സോ ലിമിറ്റിന്റെ ചില പ്രോപ്പർട്ടീസ് ഉണ്ട്, അത് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. സോ വി വുഡ് ഗെറ്റ് ഇറ്റ് ആസ്, ഇവിടെ a ബൈ z, അവിടെ ലിമിറ്റ് ഇൻഫിനിറ്റി വരുമ്പോൾ z ടെൻസ് ടു ഇൻഫിനിറ്റി വരുമ്പോൾ a ബൈ ഇൻഫിനിറ്റി എന്ന ഫോമിലോട്ട് വരും. a ബൈ ഇൻഫിനിറ്റി വരില്ല, പക്ഷെ എന്നാലും ലിമിറ്റ് z ടെൻസ് ടു ഇൻഫിനിറ്റി a ബൈ z എന്ന് പറയുന്നത് 0. So you would get it as 1 minus 0 times 1 minus 0 limit applicable. So which is 1 itself. So minus 1 divided by 1 will be the answer. That is 1. I'm sorry, minus 1. So the right option here is option D. Minus 1 ആണ് ശരിയായ ഉത്തരം. മറ്റൊരു ടെക്നിക്ക് നിങ്ങൾക്ക് ഇവിടെ യൂസ് ചെയ്യാവുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതൊരു ജനറൽ റൂളാണ്. അതെന്താണെന്ന് വെച്ചാൽ, ഒരു പെർട്ടിക്കുലർ ഫംഗ്ഷന്റെ റെസിഡ്യൂസ് എല്ലാ റെസിഡ്യൂസ് എന്നും പറയുന്നത് ഓരോ പോൾസിലെയും റെസിഡ്യൂസും എടുത്തിട്ടും ഇൻഫിനിറ്റി, എപ്പോഴും z ഈക്വൽ ടു ഇൻഫിനിറ്റി എന്ന് പറയുന്നത് ഒരു പോൾ തന്നെ ആയിരിക്കും. ഓക്കെ, സോ z ഈക്വൽ ടു ഇൻഫിനിറ്റി എന്ന പോളും കൂടി എടുത്തിട്ട് എല്ലാ റെസിഡ്യൂസും ആഡ് ചെയ്താൽ വി വുഡ് ഗെറ്റ് ഇറ്റ് ഈക്വൽ ടു 0. ആ ഒരു ഐഡിയ വെച്ചിട്ടാണ് അടുത്ത റൂൾ വർക്ക് ചെയ്യുന്നത്. ദാറ്റ് ഈസ് റെസിഡ്യൂ ഓഫ് ദിസ് f of z at
all finite poles at all finite poles plus residue at infinity equal to 0 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റൂൾ ഉണ്ട്. ഈ റൂൾ വെച്ച് നമുക്ക് റെസിഡ്യൂ അറ്റ് ഇൻഫിനിറ്റി കണ്ടുപിടിക്കാം. കാരണം ഈ ഒരു ഫംഗ്ഷന് രണ്ട് പോൾസ് ആണുള്ളത്. ഒന്ന് z ഈക്വൽ ടു എ, പിന്നെ z ഈക്വൽ ടു ബി. അത് നമുക്ക് യൂഷ്വൽ റെസിഡ്യൂ അറ്റ് പോൾ കണ്ടുപിടിക്കുന്ന ഫോർമുല വെച്ചാൽ കണ്ടുപിടിക്കാൻ പറ്റും. എന്നിട്ട് ആ രണ്ട് പോയിന്റും ഇക്വേറ്റ് വിത്ത് 0 ചെയ്യുമ്പോൾ യു വുഡ് ഗെറ്റ് റെസിഡ്യൂ അറ്റ് ഇൻഫിനിറ്റി. സോ ഈ ഒരു മെത്തേഡ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇത് ട്രൈ ചെയ്യാം. യു ഗെറ്റ് ദ സെയിം ആൻസർ -1. ഞാനിതൊന്ന് എക്സ്ട്രാ പോയിന്റ് ആയിട്ട് പറഞ്ഞതേ ഉള്ളൂ. നിങ്ങൾക്ക് ഇത് ട്രൈ ചെയ്യാവുന്നതാണ്. ചില ചോദ്യങ്ങൾക്ക് ഇതായിരിക്കും വർക്ക്ഔട്ട് ഈസി ഇതിനേക്കാളും. എസ്പെഷ്യലി കോംപ്ലിക്കേറ്റഡ് ഫംഗ്ഷൻസ് വരുമ്പോൾ ഇതൊന്നും പെട്ടെന്ന് ഓർമ്മ വരണമെന്നില്ല, ഇങ്ങനെ തന്നെ ചെയ്യാൻ പറ്റണം എന്ന് റീഅറേഞ്ച്മെന്റ്. സോ അങ്ങനെ വരുന്ന സമയത്ത് ഈ ഫോർമുല യൂസ് ചെയ്യുന്നതാണ്. ഓക്കെ, സോ ഐ തിങ്ക് വി ക്യാൻ ഗോ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. സോ അടുത്ത ചോദ്യം, യെസ്, ദ റെസിഡ്യൂ ഓഫ് f of z equal to z cube minus z square plus 1 divided by z cube at infinity is. ഈ റെസിഡ്യൂ അറ്റ് ഇൻഫിനിറ്റി ആണ് നിങ്ങൾ കണ്ടുപിടിക്കുന്നത്. സോ യു ക്യാൻ ട്രൈ ഇറ്റ് യുവർ സെൽഫ്. ഞാൻ ഓപ്ഷൻസ് തരാം. ഓപ്ഷൻ എ 0, ഓപ്ഷൻ ബി -1, ഓപ്ഷൻ സി 1 ആൻഡ് ഓപ്ഷൻ ഡി 1. നിങ്ങൾ ഇതിന്റെ റെസിഡ്യൂ അറ്റ് ഇൻഫിനിറ്റി ഏത് ഫോർമുല വേണമെങ്കിലും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. എന്നിട്ട് കണ്ടുപിടിച്ചു. ലെറ്റ് us see. സോ വോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സോ ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് മറ്റേ ഞാൻ നേരത്തെ പറഞ്ഞ ഫോർമുല വെച്ച് ചെയ്യാം കേട്ടോ. എഫ് ഓഫ് സെറ്റ് ഈസ് ഈക്വൽ ടു, അതായത് റെസിഡ്യൂ ഓഫ് ഈച്ച് പോൾസ് പ്ലസ് റെസിഡ്യൂ ഓഫ് ഇൻഫിനിറ്റി ഈസ് ഈക്വൽ ടു 0 എന്ന ഐഡിയ വെച്ച് ചെയ്യാം. കാരണം ഇവിടെ ഒറ്റ പോളേ ഉള്ളൂ. ഞാൻ പറഞ്ഞു പോളിനോമിയൽ ഫംഗ്ഷൻസ് ഒക്കെ വരുമ്പോൾ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും, അതായത് ഒരു പോളിനോമിയൽ ഫ്രാക്ഷൻ ആയിട്ടാണ് ഇത് വരുന്നത്. അപ്പോൾ ഭയങ്കര എളുപ്പമായിരിക്കും ഇത്. അതായത് പ്രത്യേകിച്ച് ഒന്നും ചിന്തിക്കേണ്ട, അത് കണ്ടിന്യൂസ് ആയിരിക്കും, ഡിഫറൻഷ്യബിൾ ആയിരിക്കും. വല്ലാതെ ഉപദ്രവിക്കാത്ത ഫംഗ്ഷനുകളാണ് ഈ പോളിനോമിയൽ ഫംഗ്ഷൻസ്. സോ യെസ്, കുറച്ച് പേരൊക്കെ ചെയ്തിട്ടുണ്ട്. സോ നമുക്ക് ആൻസർ നോക്കാം. എല്ലാവരും ഏതൊക്കെയാണ് കോൾ ചെയ്തിരിക്കുന്നതെന്ന് നോക്കാം. യെസ്, a good person is saying ഓപ്ഷൻ സി. 50% പറയുന്നത് ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം എന്നാണ്. എ പറയുന്നത് 25%, ബി 25%, സി ആരും തന്നെ പറയുന്നില്ല. ഐം സോറി, ഡി ആരും തന്നെ പറയുന്നില്ല. എയും ബിക്കും സിക്കും ആണ് ഡിമാൻഡ്. സോ നമുക്ക് നോക്കാം ഏതാണ്. ഞാനിപ്പോൾ ഈ ചോദ്യം ഞാൻ ആദ്യത്തെ ഫോർമുല അല്ലാതെ മറ്റേ ഫോർമുല ചെയ്യാം. അതായത് റെസിഡ്യൂ അറ്റ് പോൾസ് പ്ലസ് റെസിഡ്യൂ അറ്റ് ഇൻഫിനിറ്റി ഈക്വൽ ടു 0 ഐഡിയ വെച്ച് ചെയ്യാം. സോ റെസിഡ്യൂ അറ്റ് ഇൻഫിനിറ്റി എന്ന് പറയുന്നത് we would get it to be residue minus of residue at poles. സോ ഇവിടെ ഒറ്റ ഒരു പോളേ ഉള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഇത് എടുക്കുന്നത്, ഈ ഒരു മെത്തേഡ് എടുക്കുന്നത്. കാരണം ഭയങ്കര എളുപ്പമാണ്. കാരണം റെസിഡ്യൂ അറ്റ് പോൾസ് കണ്ടുപിടിച്ചിട്ട് അതിന് നെഗറ്റീവ് സൈൻ ഇട്ട് കൊടുത്താൽ മതി അല്ലെ. അതാണ് ഇങ്ങനത്തെ 2-3 ഫോർമുല മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ ചില ചോദ്യങ്ങൾക്ക് ചില പർട്ടിക്കുലർ ഫോർമുലാസ് എളുപ്പമായിട്ട് ഉപയോഗിക്കാൻ പറ്റും.
So you can see here minus of residue at a pole എങ്ങനെയാണ് കണ്ടുപിടിക്കുക. So let us see the formula. Residue at a pole കണ്ടുപിടിക്കാനുള്ള formula at pole z equal to z0 എന്ന് പറയുന്ന ഫോർമുല എന്താണെന്ന് നോക്കാം. ലിമിറ്റ് z tends to z0 z minus z0 times f of z. ഇതാണ് റെസിഡ്യൂ കണ്ടുപിടിക്കാനുള്ള ഫോർമുല അറ്റ് z ഈക്വൽ ടു z0. ഓക്കെ, സോ ഈ ഫോർമുല വെച്ചിട്ട് നമുക്ക് ഇവിടുത്തെ റെസിഡ്യൂ കണ്ടുപിടിക്കാം. സോ വിച്ച് ഹിയർ ദ പോൾ ഇസ് z is equal to 0. ഇവിടെ z0 എന്ന് പറയുന്നത് 0 ആണ്. സോ ലിമിറ്റ് z tends to 0, z minus z0 എന്ന് പറയുന്നത് z തന്നെയാണ്, ടൈംസ് f of z which is z cube minus z square plus 1 divided by z cube എന്ന് വരും. Okay, so now you can cancel this z and z square. Okay, I'm sorry, ഒരു ചെറിയ കാര്യം ഞാൻ വിട്ടുപോയി ഫോർമുല. ഓക്കെ, വലിയൊരു മിസ്റ്റേക്ക് ആയിരുന്നു. Just pole at z equal to z0 എന്ന് പറയുന്നതിന്റെ ഫോർമുല when the order of the pole is 1 ആവുമ്പോഴാണ് ഈ ഫോർമുല. ഓക്കെ, സോ ഇവിടെ ഓർഡർ 1 അല്ല, മിസ് ചെയ്തു. Residue at z0 at pole z0 of order n എന്ന ഓർഡറുള്ള പോളിന്റെ റെസിഡ്യൂ എന്ന് പറയുന്നതിന്റെ ഫോർമുല ഇതല്ല, അതിൽ കുറച്ച് വ്യത്യാസമുണ്ട്. ഇവിടെ റെസിഡ്യൂ പോള് 3 z 0 ആണെങ്കിലും അതിന്റെ ഓർഡർ എന്ന് പറയുന്നത് 3 ആണ് ഇവിടെ, കണ്ടില്ലേ? സോ അതുകൊണ്ട് തന്നെ ആ ഓർഡർ കൂടെ എടുത്തുകൊണ്ടായിരിക്കും നമ്മുടെ ഫോർമുല. സോ ഓർഡറിൽ ഈ ഫോർമുല ഇങ്ങനെ ആയിരിക്കും ഉണ്ടാവുക, n-1 ഫാക്ടോറിയൽ. അത് ഞാൻ മിസ് ചെയ്തു, സോറി. സോ ആ ഫോർമുലയിൽ നിങ്ങൾ ചെറിയ മാറ്റം വരുത്തണം. ഇറ്റ് ഈസ് 1 by n-1 ഫാക്ടോറിയൽ ലിമിറ്റ് z tends to z0 ടൈംസ്, ഡയറക്റ്റ് ആയിട്ട് നമ്മളിത് ചെയ്യല്ല പോകുന്നത്. ഇവിടെ നമ്മൾ ഡിഫറൻഷിയേഷൻ അല്ലെങ്കിൽ ഡെറിവേറ്റീവ് എടുക്കണം. The n-1th order derivative of this particular z minus z0 times f of z. അതാണ് നമ്മൾ ഇവിടെ എടുക്കുന്നത്. So d to the power n-1 divided by dz n-1 z minus z0 to the power n f of z. ഈ ഫോർമുലയാണ് നമ്മൾ ഇവിടെ എടുക്കുന്നത്. ഞാൻ ഡയറക്റ്റ് ആയിട്ട് എടുത്തു, അങ്ങനെയല്ല വരിക. ഓക്കെ, സോ കുറച്ച് മാറ്റങ്ങൾ നമ്മുടെ ആൻസർ ഇവിടെ വരുത്തണം. സോ ഈ ഫോർമുലയിൽ it would come like this, minus, it's not just ലിമിറ്റിന് തൊട്ട് മുമ്പ് നമ്മൾ 1 by n-1 ഫാക്ടോർ എന്ന് എഴുതും. ഞാൻ പറഞ്ഞു ഇവിടെ പോൾ n എന്ന് പറയുന്നത് 3 ആണ്. സോ n-1 ഫാക്ടോർ എന്ന് പറയുന്നത് 3 minus 1 factor, which is 2 factorial, that is 2 itself. So it is minus 1 by 2. Then we can go for limit z tends to 0 d n-1, n 3 ആകുമ്പോൾ 3 minus 1 2. So d2 by dz square, അല്ലെങ്കിൽ d square by dz square, d square by dz square times z minus z0, z തന്നെയാണ്, to the power 3. ഇവിടെ n എന്ന് പറയുന്നത് 3 ആണ്. So z to the power 3 times f of z ഇതാണ്, that is z cube. ഞാൻ 3 എന്നുള്ള ഭാഗമൊക്കെ മായ്ച്ചോളാം. So you would get z cube minus z square plus 1 divided by z cube. So we can easily cancel this z cube and z cube. So ഞാൻ ഈ ഫോർമുല ഇവിടെ മായ്ക്കുകയാണ് കേട്ടോ, എനിക്ക് എഴുതാൻ സ്ഥലം ഉണ്ടാവില്ല. So I'm wrapping this formula. So I hope you have noted this. Of order n എന്ന് വരുമ്പോൾ റെസിഡ്യൂവിന്റെ ഫോർമുലയിൽ ചെറിയ മാറ്റം ഉണ്ടാവും. So this would be minus 1 by 2 limit z tends to 0. Second order derivative of ഇവിടെ z ക്യൂബും ക്യാൻസൽ ആവും. ബാക്കി z ക്യൂബ് മൈനസ് z സ്ക്വയർ പ്ലസ് 1 മാത്രമേ ഉണ്ടാവും. അപ്പോൾ സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ് ഓഫ് z ക്യൂബ് എന്ന് പറയുന്നത് 6z ആണ്, അല്ലെ? 3z സ്ക്വയർ ഫസ്റ്റ് വരും, പിന്നെ 2z വരും. അപ്പോൾ 3 times 2 becomes 6. So 6z minus 2z, again it will become just 2. So it will become 6z minus 2 എന്ന് പറയും. ഇതാണ് സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ്. സോ നമുക്ക് ഇവിടെ ഡയറക്റ്റ് ലിമിറ്റ് അപ്ലൈ ചെയ്യാം. So when you apply the limits, you get z tends to 0, so it becomes 0, so it becomes minus 2. So minus 1 by 2 times minus 2.
which is +1. So 50% ആൻസർ ഇത് ശരിയാണ്. The right answer, that is residue at infinity, is +1. Okay, so this is the right answer. Option C is the right answer. 50% ആൻസർ ഇത് പെർഫെക്റ്റ് ആണ്. That is C equal to, option C equal to 1 is the right answer. So നമുക്ക് അടുത്തൊരു ചോദ്യത്തിലോട്ട് പോവാം. So already 7:20 ആയി. സോ ഞാൻ നിർത്താണ്ട് ഇത് എടുക്കുന്നത് മറ്റൊന്നും കൊണ്ടല്ല, ശനിയാഴ്ച പരീക്ഷയാണ്. അപ്പോൾ മാക്സിമം ചോദ്യങ്ങൾ ഈ ടൈമിൽ കവർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഓക്കെ, യെസ്, ദ നെക്സ്റ്റ് is sum of the residues of the function f of z is equal to sin z by z cos z at its poles inside the circle mod z equal to 2x. ഈ ചോദ്യം കുറച്ച് ട്രിക്കി ആയ ഒരു ചോദ്യമാണ്. നമ്മൾ ഇത് ചെയ്യാൻ ആദ്യം റെസിഡ്യൂസും പോൾസും എന്താണെന്നുള്ള നല്ലൊരു ഐഡിയ. ഓപ്ഷൻസ് ഞാൻ കാണിക്കാം. ഓപ്ഷൻ A1, ഓപ്ഷൻ B π/2, ഓപ്ഷൻ C 2/π, ഓപ്ഷൻ D 0. പക്ഷേ ഇതിൽ ഒരു ഓപ്ഷനും ശരിയായ ഒരു ഓപ്ഷനായിട്ട് കിട്ടുന്നില്ല എനിക്ക്. ഞാൻ ചെയ്ത തെറ്റാണോ എന്ന് എനിക്കറിയില്ല. ഞാൻ ചെയ്തപ്പോൾ എനിക്ക് ഇതിൻ്റെ അകത്തുള്ള 4 ഓപ്ഷനും വന്നിട്ടില്ല. ഒരു ആൻസർ കീയിൽ കൊടുത്ത ഓപ്ഷൻ എന്ന് പറയുന്നത് 0 ആണ്. അത് തെറ്റ് സംഭവിക്കാനുള്ള ചാൻസും ഉണ്ട്. കാരണം 2 വാല്യൂസും വരുന്നത് ഏകദേശം ക്യാൻസൽ ആവുന്ന പോലെയാണ്. പക്ഷെ എവിടെയെങ്കിലും ഒരു ചെറിയ നെഗറ്റീവിന്റെ പ്രശ്നം വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആൻസർ മാറും. സോ ഹിയർ എനിക്ക് കിട്ടിയ ആൻസർ വേറെയാണ്, ഓപ്ഷൻ ഡി അല്ല. സോ നിങ്ങൾക്ക് ഇതൊന്ന് ട്രൈ ചെയ്യാം. ഓപ്ഷൻ ഡി കിട്ടുന്നവരുണ്ടെങ്കിൽ ദാറ്റ്സ് ഗ്രേറ്റ്. നമുക്ക് ഡിസ്കസ് ചെയ്യാം എങ്ങനെയാണ് കിട്ടിയെന്ന്. എന്തായാലും പോൾ സ്റ്റാർട്ട് ചെയ്യാൻ തോന്നുന്നു. സോ യു ക്യാൻ ട്രൈ ദിസ് ഔട്ട്. ഈ ചോദ്യം നിങ്ങൾക്കൊന്ന് ട്രൈ ചെയ്യാം. സം ഓഫ് ദ റെസിഡ്യൂസ് ഓഫ് ദ ഫംഗ്ഷൻസ് അറ്റ് ഇറ്റ്സ് പോൾസ്. സോ പോൾസിലുള്ള റെസിഡ്യൂസ് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. Suppose they are asking sum of all the residues of the function, definitely I will go for option D. കാരണം ഞാൻ നേരത്തെ കാണിച്ചു തന്നു, sum of all the residues of the poles plus the residue at infinity equal to 0. So sum of all residues എടുക്കുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് 0 മീൻസ് ഇൻഫിനിറ്റി അതിൽ വരും. Then we can write it equal to 0. അങ്ങനെ ഒരു ഇക്വേഷനിലോട്ട് പോകും. പക്ഷെ ഇവിടെ അങ്ങനെയല്ല തന്നിരിക്കുന്നത്. At its poles inside the circle അവർ മെൻഷൻ ചെയ്തിട്ടുണ്ട് ഒരു പർട്ടിക്കുലർ ഏരിയയ്ക്ക് ഉണ്ട്. സോ അവിടെയാണ് ചെറിയ പ്രശ്നം വന്നത്. സോ ഐ തിങ്ക് നിങ്ങൾക്കൊന്ന് ട്രൈ ചെയ്യാം ഏതാണ് ആൻസർ നിങ്ങൾക്ക് കറക്റ്റ് എന്ന് തോന്നുന്നത്. നിങ്ങൾ ചെയ്തിട്ട് കിട്ടുന്നത് നോക്കാം. സോ അതിനു മുമ്പ് ഞാൻ പോൾസ് എന്താണെന്ന് പറയാം. ഇതിൻ്റെ ഇവിടെ z ഈക്വൽ ടു 0 എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്കൊരു പോൾ അല്ല എന്ന് വേണമെങ്കിൽ എടുക്കാം. കാരണം ഞാൻ പറഞ്ഞു സിംഗുലാരിറ്റി, റിമൂവബിൾ സിംഗുലാരിറ്റി വരുമ്പോൾ അത് പോളല്ല. Okay, so we can see at z equal to 0 ഒരു സിംഗുലാരിറ്റി ആണ്, is a singular point, is a singularity എന്ന് പറയാം. ഓക്കെ, അതേസമയം ഇത് റിമൂവബിൾ സിംഗുലാരിറ്റി ആവും. കാരണം ലിമിറ്റ് z tends to 0 sin z ഡിവൈഡഡ് ബൈ z cos z എന്ന് പറയുന്നത് നമുക്ക് റീപ്ലേസ് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞു റിമൂവബിൾ സിംഗുലാരിറ്റി ആകുമ്പോൾ ലിമിറ്റ് z ടെൻസ് ടു z0 f of z ഫൈനൈറ്റ് ആയാൽ അത് റിമൂവബിൾ സിംഗുലാരിറ്റി ആണ്. ഇത് ആക്ച്വലി നമുക്ക് ഫൈനൈറ്റ് ആയിട്ട് എടുക്കാം. എങ്ങനെയെന്ന് വെച്ചാൽ ഈ ലിമിറ്റ് അപ്ലൈ ചെയ്യുന്നത് കുറച്ച് സൂക്ഷിച്ച് അപ്ലൈ ചെയ്താൽ മതി. സോ സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് ലിമിറ്റ് അപ്ലൈ ചെയ്യാം. ഓഫ് കോഴ്സ് ലിമിറ്റിന്റെ ചില പ്രോപ്പർട്ടീസ് ആണ് നമുക്ക് അതിന് ഹെൽപ്പ് ചെയ്യുന്നത്. സോ വി ക്യാൻ അപ്ലൈ ലിമിറ്റ് ലൈക്ക് ദിസ്. ലിമിറ്റ് z ടെൻസ് ടു 0 sin z by z ടൈംസ് 1 by ഈ ഒരു തരത്തിലും നമുക്ക് ലിമിറ്റ് അപ്ലൈ ചെയ്യാം. z ടെൻസ് ടു 0 cos z എന്ന രീതിയിൽ. അപ്പോൾ സൈൻ z ടെൻസ് ടു 0 sin z by z എന്ന് പറയുന്നത് 1ഉം z ടെൻസ് ടു 0 ലിമിറ്റ് z ടെൻസ് ടു 0 cos z എന്ന് പറയുന്നത് 1 വരും. സോ വിച്ച് ഈസ് എ ഫൈനൈറ്റ് വാല്യൂ. സോ അതുകൊണ്ട് തന്നെ ഇതൊരു റിമൂവബിൾ സിംഗുലാരിറ്റി ആണ്, പോൾ അല്ല. അപ്പോൾ z ഈക്വൽ ടു 0 നമ്മളിവിടെ എടുക്കാനും പാടില്ല. സോ അങ്ങനെയാണെങ്കിൽ മറ്റേ സിംഗുലർ പോയിന്റ്സ് ഏതൊക്കെയാണ് അല്ലെങ്കിൽ പോൾസ് ഏതൊക്കെയാണ് എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. സോ z ഈക്വൽ ടു 0 എന്ന് പറയുന്നത് ഒരു പോൾ അല്ല ഇവിടെ. സോ ചില പേര് ഓപ്ഷൻസ് മീൻസ് അവരുടെ ആൻസർ പ്ലോട്ട് ചെയ്തിട്ടുണ്ട്. സോ നമുക്ക് നോക്കാം. ക്യാൻ യു ഷോ ദ റിസൾട്ട്? എങ്ങനെയാണ് ഈ ആൻസർ കിട്ടിയെന്ന് കൂടെ
പറഞ്ഞാൽ നന്നായിരിക്കും. എല്ലാവരും 0 ആണ് മാർക്ക് ചെയ്തത്. ആൻസർ കീയിൽ 0 ആണ് കൊടുത്തിട്ടുള്ളത്. പക്ഷെ അത് ആരെങ്കിലും ചാലഞ്ച് ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. എനിവേ, നമുക്ക് ഇതിന്റെ സം ഓഫ് റെസിഡ്യൂസ് കണ്ടുപിടിക്കാം. സോ ഇത് സിംഗുലാരിറ്റി ആണ്, z ഈക്വൽ ടു 0. അതുകൊണ്ട് തന്നെ ഇത് റിമൂവബിൾ സിംഗുലാരിറ്റി ആണ് ഇവിടെ പ്രത്യേകിച്ച്. സോ അത് പോൾ അല്ല. അതുകൊണ്ട് പോൾ അല്ലാത്ത രണ്ട് ഭാഗങ്ങൾ എടുക്കണം. സോ മോഡ് z ഈക്വൽ ടു 2 എന്ന് പറയുമ്പോൾ we can be sure that ഈ സർക്കിൾ എന്ന് പറയുന്നത് centered at 0 of radius 2 എന്നാണ്. So we are taking a circle centered at ഇങ്ങനെ ഒരു ഗ്രാഫ് എടുക്കാൻ നമുക്ക് പെട്ടെന്ന് നോക്കാം. So we are taking a circle whose radius is 2. So ഈ കോണ്ടോറിന്റെ ഉള്ളിൽ അല്ലെങ്കിൽ ഈ ഒരു ഡൊമൈനിന്റെ ഉള്ളിൽ വരുന്ന ഇതിനെ മാത്രമേ നമ്മൾ പോളായിട്ട് എടുക്കുള്ളൂ. ഇൻസൈഡ് ദ സർക്കിൾ എന്നാണ്, അറ്റ് ഇറ്റ്സ് പോൾസ് ഇൻസൈഡ് ദ സർക്കിൾ എന്നാണ് ചോദ്യം. സോ ഇതിന്റെ ഉള്ളിൽ എത്ര പോൾസ് ഉണ്ടാവും? കോസ് z 0 ആവുന്ന പോയിന്റ് ആണ് ഇത് പോൾ ആവുക, അല്ലെങ്കിൽ സിംഗുലാരിറ്റീസ് വരിക. സോ കോസ് z 0 ആവുന്ന പോയിന്റ് ഏതൊക്കെയാണ് നമുക്കറിയാം. ഈ ഒരു ഡൊമൈനിന്റെ ഉള്ളിൽ അല്ലെങ്കിൽ ഈ ഒരു റേഞ്ചിന്റെ ഉള്ളിൽ z വാല്യൂ ഹാസ് ടു ബി പ്ലസ് ഓർ മൈനസ് π/2. ഓക്കെ, സോ π പ്ലസ് π/2 ഒന്നും ഈ റേഞ്ചിനുള്ളിൽ വരില്ല. അത് 2-നേക്കാളും മുകളിലാണ് വരിക, അല്ലെങ്കിൽ -2-നേക്കാളും താഴെയാണ് വരിക. സോ അത് രണ്ടും ഇതിനകത്ത് വരില്ല. സോ z വാല്യൂ എന്ന് പറയുന്നത് ഈ രണ്ടും വാല്യൂസേ കിട്ടുള്ളൂ. സോ z ഈസ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് π/2 ആണ് ഇവിടെ പോൾസ്. സോ ഇതിന്റെ സമ്മാണ് അവർ ചോദിച്ചിരിക്കുന്നത്. സോ ഞാൻ പറഞ്ഞു, ഈ പോൾസിന്റെ ഒക്കെ ഓർഡർ എന്ന് പറയുന്നതും ഇവിടെ പെർട്ടിക്കുലർലി എന്ന് പറയുന്നത് 1 തന്നെയാണ്. ഓക്കെ, സോ നമുക്ക് ഇവിടെ പർട്ടിക്കുലർ ആയിട്ട് എന്താ പറയാ, റെസിഡ്യൂ കാണാൻ മറ്റൊരു ഫോർമുല ഇവിടെ ഹെൽപ്പ് എടുക്കാവുന്നതാണ്. അതാണ് ഏറ്റവും എളുപ്പം. മറ്റൊരു ഫോർമുല കൂടിയാണ് ഞാൻ പറയുന്നത്. ആ ഫോർമുല സാധാരണ വർക്ക് ചെയ്യുന്നത് ഇതുപോലുള്ള ഫ്രാക്ഷൻ ഫങ്ഷൻസ് വരുമ്പോഴാണ്. സൈൻ z ബൈ z കോസ് z, ഇതുപോലെ ഫൈ ഓഫ് എക്സ് അല്ലെങ്കിൽ ഫൈ ഓഫ് z ബൈ സൈ ഓഫ് z എന്ന രീതിയിൽ ഫംഗ്ഷൻ വരുമ്പോഴാണ് നമുക്ക് ഈ പെർട്ടിക്കുലർ ഫോർമുല യൂസ് ചെയ്യാൻ പറ്റും. നേരത്തെ ചോദ്യത്തിൽ ഞാൻ അത് യൂസ് ചെയ്യാഞ്ഞത്, അത് ഞാൻ പറഞ്ഞു പോളിനോമിയൽ ഫംഗ്ഷൻ ആയതുകൊണ്ടാണ്. പോളിനോമിയൽ ഫംഗ്ഷൻ കുറച്ചുകൂടെ എളുപ്പം ആ രീതിയിൽ തന്നെ ചെയ്യാനാണ് ഇതിനേക്കാൾ, കാരണം ഇവിടെ ഡെറിവേറ്റീവ്സ് ഒക്കെ എടുക്കുന്നുണ്ട്. സോ ഇതിന്റെ റെസിഡ്യൂ എന്ന് പറയുന്നത് റെസിഡ്യൂ ഓഫ് എഫ് ഓഫ് z. ഓഫ് കോഴ്സ് ഇതിന് ചില കണ്ടീഷൻസ് ഉണ്ട്. ഒന്നാമത്തെ കണ്ടീഷൻ ഫൈ ഓഫ് z0. ഏത് പോയിന്റിലാണോ നമ്മൾ ഇതിന്റെ പോൾ എടുക്കുന്നത് ആ z0 പോയിന്റിൽ ഫൈ ഓഫ് z0 നോൺ സീറോ ആയിരിക്കും. സോ നമുക്ക് ഇവിടെ z0 എന്ന് പറയുന്നത് പ്ലസ് ഓർ മൈനസ് π/2 ആണ്. രണ്ട് സ്ഥലത്തും സൈൻ π/2 അല്ലെങ്കിൽ സൈൻ മൈനസ് π/2 രണ്ടും നോൺ സീറോ ആണ്. സോ ഓപ്പോസിറ്റ് സാറ്റിസ്ഫൈ. അതേപോലെ സൈ ഓഫ് z ഓപ്പോസിറ്റ് 0 ആയതുകൊണ്ട് തന്നെയാണ് അത് ഫോൾസ് ആകുന്നത്. സോ ഇങ്ങനെ വരുമ്പോൾ ഈ റെസിഡ്യൂ ഓഫ് എഫ് ഓഫ് z അറ്റ് z ഈക്വൽ ടു z0 എന്ന് പറയുന്നത് ഈ ഫോർമുല നമുക്ക് യൂസ് ചെയ്യാം. ഫൈ ഓഫ് z0 ഡിവൈഡഡ് ബൈ സൈ ഡാഷ് ഓഫ് z0, അതായത് ഡെറിവേറ്റീവ് ഓഫ് സൈ ഓഫ് z0. ഇതെല്ലാം നമുക്ക് റെസിഡ്യൂ ആയിട്ട് എടുക്കാം. സോ ഈ ഒരു മെത്തേഡാണ് നമ്മൾ ഇവിടെ യൂസ് ചെയ്യാൻ പോകുന്നത്. ഈ ഒരു പെർട്ടിക്കുലർ ഫോർമുല യൂസ് ചെയ്യുമ്പോൾ we can see this like this. So residue at z0 equal to π/2 നോക്കാം. സോ ഞാൻ അടുത്ത പേജിലോട്ട് പോവാണ്. So we can find the residue at z0 equal to π/2, which we would get like this. Phi of π/2 ആണ് ഇവിടെ, അതായത് sin π/2 വരും, ഡിവൈഡഡ് ബൈ ഡെറിവേറ്റീവ് ഓഫ് z cos z എടുക്കണം ആദ്യം. ഡെറിവേറ്റീവ് ഓഫ് z cos z എന്ന് പറയുന്നത് മൈനസ് z sin z ആണ്. സോ ഇവിടെ z-ന്റെ വാല്യൂ π/2 ആണ്. സോ വേണമെങ്കിൽ ഞാനത് ആദ്യം ആ ഫോർമുല ഒന്ന് എഴുതിയിട്ട് അതിന് ശേഷം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, അതാണ് നല്ലതെന്ന് തോന്നുന്നു. z മൈനസ് z sin z പ്ലസ് കോസ് z, ഇതാണ് വരിക ഡെറിവേറ്റീവ് ഓഫ് z cos z എന്ന് പറയുന്നത്. സോ അറ്റ് z0 equal to π/2 it will be sin π/2 divided by minus π/2 times sin π/2 plus cos π/2. Okay, so sin π/2 is 1 divided by minus π/2 times sin π/2 is again 1 plus cos π/2 is 0. So this would become minus 2 by pi എന്ന് കിട്ടും. So the residue at z equal to π/2 ആണ്. Similarly, residue at
z0 ഈക്വൽ ടു -π/2 എന്ന് പറയുന്നത് ഇതേ ഫോർമുല തന്നെയാണ്. എവിടെയൊക്കെയാണോ π/2 ഇട്ടത് അവിടെ -π/2 നമുക്ക് റീപ്ലേസ് ചെയ്യാം. ഡിവൈഡഡ് ബൈ -π/2 times sine of -π/2 plus cos of -π/2. See, sine of -π/2 എന്ന് പറയുന്നത് minus sin π/2 ആണ്. So it will become minus sin π/2 which is -1. അതേപോലെ ഇവിടെ -π/2 ഉണ്ട് ഓൾറെഡി. സിമിലർലി സൈൻ ഓഫ് -π/2 എന്ന് പറയുന്നത് മൈനസ് സൈൻ π/2 ആണ്. സോ ആ മൈനസ് കൂടെ വരുമ്പോൾ പ്ലസ് ആവും, ടൈംസ് 1 എന്ന് വരും. കോസ് -π/2 എന്ന് പറയുന്നത് കോസ് π/2 തന്നെയാണ്, വിച്ച് ഇസ് 0. സോ ഇവിടെയും വരുന്നത് -2/π ആണ്. സോ വി ഹാവ് ആസ്ക്ഡ് ടു ഫൈൻഡ് ദ സം. Therefore, sum of residues എന്ന് പറഞ്ഞിട്ട് എനിക്ക് കിട്ടിയ ഉത്തരം നിങ്ങൾക്കിവിടെ കാണാം -2/π plus -2/π which is -4/π. 0 അല്ല എനിക്ക് കിട്ടുന്നത്. ഞാൻ ഈ ചെയ്ത ഈ ഫോർമുല ശരിയാണ് കേട്ടോ, അത് ഞാൻ ക്രോസ് ചെക്ക് ചെയ്തു. പക്ഷെ എവിടെയാണ് മിസ്റ്റേക്ക് പറ്റിയതെന്ന് മനസ്സിലാവുന്നില്ല. സോ അതാണ് പ്രശ്നം. സോ എന്നിരുന്നാലും ആൻസർ കീയിൽ ഇതുപോലെ ഒരു ചോദ്യം വീണ്ടും വന്നെങ്കിൽ നിങ്ങളും ഒന്ന് റെഫർ ചെയ്ത് നോക്കൂ. ഏതാണ് ശരിയെന്ന് നിങ്ങൾക്ക് തോന്നുന്നത് നിങ്ങൾക്ക് ആൻസർ ചെയ്യാം. ഞാൻ ഒരു ആസ് എ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ മാർക്ക് കിട്ടാൻ നിങ്ങൾ ആൻസർ ക്യൂ ആയിട്ട് പോകുന്നത് തന്നെയാണ് നല്ലത്. ആരെങ്കിലും ചലഞ്ച് ചെയ്തോന്ന് എനിക്കറിയില്ല ഈ ഉത്തരം. എനിവേ, സോ ലെറ്റ് us go to the next question. സോ അടുത്ത ചോദ്യത്തിലോട്ട് പോകുന്നത് ഏതായാലും. സോ ഇത് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഈ ഫോർമുലയും നിങ്ങൾക്ക് നോട്ട് ചെയ്ത് വെക്കാവുന്നതാണ്. വെൻ ഇറ്റ് കംസ് ഫ്രാക്ഷൻ ഫംഗ്ഷൻ ഒരു ഫ്രാക്ഷൻ പോലെ വരുന്നുണ്ടെങ്കിൽ, അത് ട്രിഗ്നോമെട്രിക് ആണെങ്കിൽ അതിന്റെ ചില കണ്ടീഷൻസ് ഞാൻ പറഞ്ഞു. ന്യൂമറേറ്റർ ഫംഗ്ഷൻ എന്ന് പറയുന്നത് അറ്റ് ദാറ്റ് പോൾ നോൺ സീറോ ആണെങ്കിൽ യു ക്യാൻ യൂസ് ദിസ് പെർട്ടിക്കുലർ ഫോർമുല. ഓക്കെ, സോ ലെറ്റ് us go to the next question. So yes, so നമുക്ക് അടുത്ത ചോദ്യം കാണിക്കാം. സോ അടുത്ത ചോദ്യം is they are asking you to evaluate this particular integral where c is the circle and mod z is equal to 1. ഈ ഒരു പോയിന്റ് ഇവാലുവേറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. സോ ഇതിന്റെ ഇവാലുവേഷന് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്, ഇതുപോലൊരു ക്ലോസ്ഡ് കോണ്ടോർ ആയിട്ടുള്ള ഫംഗ്ഷൻ ആണ് തരുന്നുണ്ടെങ്കിൽ ഫസ്റ്റ് യു ഷുഡ് ചെക്ക് ദ പോൾസ് ഓഫ് ദിസ് പോയിന്റ്. സോ നമ്മൾ ഇവിടെ യൂസ് ചെയ്യാൻ പോകുന്ന ഐഡിയ എന്ന് പറഞ്ഞാൽ കോഷി ഇന്റഗ്രൽ ഫോർമുലയാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, കോഷി ഇന്റഗ്രൽ ഫോർമുല യൂസ് ചെയ്തിട്ട് ആണ് നമ്മളിത് ചെയ്യാൻ പോകുന്നത്. ഇത് വളരെ സിമ്പിൾ ആണ്. ആദ്യം നമ്മൾക്ക് ഇത് ഞാൻ പറഞ്ഞു പോളിനോമിയൽ ഫംഗ്ഷൻ ആണ് ഡിനോമിനേറ്റർ, അതിന്റെ സീറോസ് കണ്ടുപിടിക്കാൻ. സോ വി വിൽ ഫൈൻഡ് ദ സീറോസ് ഓഫ് ദിസ്. എന്നിട്ട് ആ പോൾസ് ഒക്കെ ഈ പർട്ടിക്കുലർ അവർ തന്ന ഈ കോണ്ടോറിന്റെ ഉള്ളിൽ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഈ സർക്കിളിന്റെ ഉള്ളിൽ ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി വി ക്യാൻ ഫൈൻഡ് ഇറ്റ്. അല്ലെങ്കിൽ ഈ ഒരു കോണ്ടോറിനകത്ത് ഇത് കംപ്ലീറ്റ്ലി ഡിഫറൻഷ്യബിൾ ആണെങ്കിൽ, അല്ലെ അനലിറ്റിക് ആണെങ്കിൽ, then we can use the Cauchy integral formula and we can find the answer. So anyway, ഞാൻ ഓപ്ഷൻസ് തരാം, നിങ്ങൾ ചെയ്തിട്ട് ഏതാണ് ശരി ഉത്തരം എന്ന് പറഞ്ഞാൽ പോൾ ചെയ്യും. സോ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞു, ഡിനോമിനേറ്ററിന്റെ സീറോസ് കണ്ടുപിടിക്കുക. അവിടെയാണ് നമ്മുടെ സിംഗുലാരിറ്റീസ് വരുന്നത്, അല്ലെങ്കിൽ പോൾസ് വരുന്നത്. ഈ പോൾസ് ഒക്കെ തന്നിരിക്കുന്ന കോണ്ടോറിന്റെ ഉള്ളിൽ ഉള്ളതാണ്, അല്ലെങ്കിൽ റീജിയന്റെ ഉള്ളിലാണോ എന്ന് നോക്കുക. കോണ്ടോറിന്റെ മുകളിലാണോ എന്ന് നോക്കുക. കോണ്ടോറിന്റെ മുകളിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് കോഷി ഇന്റഗ്രൽ ഫോർമുല വർക്ക് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, സർ പ്ലീസ് നോട്ട് ദ ടൈം. ഓക്കെ, യെസ്, ക്വസ്റ്റ്യൻ കഴിഞ്ഞിട്ട് പതുക്കെ വൈൻഡപ്പ് ചെയ്യുന്നതാണെന്ന് തോന്നുന്നു. ഓക്കെ ഓക്കെ, ശരിയാണ്, 7:30. നമുക്ക് ഈ ഒരു ചോദ്യം കഴിഞ്ഞിട്ട് വൈൻഡപ്പ് ചെയ്യാം. ഇത് കഴിഞ്ഞിട്ട് എത്ര ചോദ്യം ഉണ്ടാവും? ഞാൻ ഒരു ചോദ്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു, നിങ്ങൾ ട്രൈ ചെയ്യാൻ 1/2 cos θ എന്ന പ്രോബ്ലം. അത് നമുക്ക് വേണമെങ്കിൽ ടെലിഗ്രാം ചാനൽ ഡിസ്കസ് ചെയ്യാം. നിങ്ങളുടെ ആൻസർ പോസ്റ്റ് ചെയ്താൽ മതി.
സോ ഐ തിങ്ക് കുറച്ച് പേരൊക്കെ ആൻസർ നോട്ട് ചെയ്തിട്ടുണ്ട്. സാധാരണ ഇത്ര വലിയ ഫംഗ്ഷന്റെ ഇന്റഗ്രൽ ചോദിച്ചാൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള ആൻസറേ വരുള്ളൂ. ഒന്നും ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ഏറ്റവും ചെറിയ ആൻസർ അങ്ങ് കുത്തിയേക്കുക. ഒരു എക്സ്ട്രാ പോയിന്റ് ആട്ടോ. നിങ്ങൾക്ക് കോൺഫിഡൻ്റ് ഉള്ള ചോദ്യങ്ങളൊക്കെ നിങ്ങൾ തീർച്ചയായിട്ടും അറ്റൻഡ് ചെയ്യണം. അല്ലാത്ത ചോദ്യങ്ങൾ ഏറ്റവും അവസാനത്തേക്ക് വെക്കുക. സോ ഐ തിങ്ക് കുറച്ച് പേരൊക്കെ പോൾ ചെയ്തിട്ടുണ്ട്. യു ക്യാൻ സീ ദ ആൻസർ നൗ. ഐ തിങ്ക് യെസ്, ഓഫ് കോഴ്സ് 66% ആൾക്കാരും സി ആണ് പറഞ്ഞിരിക്കുന്നത്. ദാറ്റ് ഇസ് 0. 33% ഡി പറഞ്ഞിട്ടുണ്ട്, I+1/2 എന്ന്. വേറെ കുറച്ച് പേര് ഇല്ല, ആരും തന്നെ ഓപ്ഷൻ എയും ഓപ്ഷൻ ബിയും പറഞ്ഞിട്ടില്ല. സോ നമുക്കിത് പെട്ടെന്ന് നോക്കാം. ഞാൻ പറഞ്ഞു ഇതിന്റെ 0 കണ്ടുപിടിക്കുക. സോ z² + 2z + 5 = 0. ഇതിന്റെ റൂട്ട്സ് കണ്ടുപിടിക്കുക. സോ വി നോ ദ റൂട്ട്സ്. വി ക്യാൻ യൂസ് ദ ഫോർമുല z is equal to -b, which is 2 here, plus or minus square root of t², that is 4, -2 minus 4ab, sorry, 4 minus 4ac, 4 times c here it is 25, which is 20, divided by 2a, that is 2b. So ഇത് വന്നിട്ട് എല്ലാം ക്യാൻസൽ ചെയ്യാൻ പറ്റും. So it will become -1 plus or minus, it will become root -16, അതായത് 4i എന്ന് വരും. Okay, so അവിടെ 4ഉം ഈ 2ഉം ക്യാൻസൽ ചെയ്താൽ you will get 2i. So this will be the roots. So ഒരു റൂട്ട് എന്ന് പറയുന്നത് z equal to -i plus 2i. രണ്ടാമത്തെ റൂട്ട് എന്ന് പറയുന്നത് z is equal to -i minus 2i. സോ ഇതാണ് നമ്മുടെ പോൾസ് ഈ ചോദ്യത്തിന്. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഈ പോൾ ഈ പെർട്ടിക്കുലർ റീജിയന്റെ ഉള്ളിൽ തന്നെ ഉണ്ടോ നോക്കണം. സോ എങ്ങനെയാണ് ഈ പോയിന്റ് ഇതിന്റെ ഉള്ളിൽ ഉണ്ടോ നോക്കുക. ലെറ്റ് us take the modulus of this set. ഇത് കോൺജുഗേറ്റ് ആയതുകൊണ്ട് തന്നെ വൺ ഓഫ് ദ മോഡുലസ് എടുത്താൽ മതി. ഓഫ് കോഴ്സ് രണ്ടിന്റെയും means the distance of those 2 points from the origin will be same. So this is square root of -1 square, which is 1, plus square root of 2 square, which is 4. So it will be square root of 5 in that. So this is definitely going to be a number greater than 1. So definitely the കോണ്ടോറിനുള്ളിലുള്ളതല്ല. സോ നമുക്ക് എന്ത് പറയാൻ പറ്റും, ഈ ഒരു പെർട്ടിക്കുലർ റീജിയന്റെ ഉള്ളിൽ ഈ പെർട്ടിക്കുലർ ഫംഗ്ഷൻ is throughout continuous and differentiable throughout. That is, ഈ ഫംഗ്ഷൻ ഈ ഒരു കോണ്ടോറിന്റെ ഉള്ളിലും ഈ കോണ്ടോറിന്റെ മുകളിലും അനലിറ്റിക് ആണ്. അങ്ങനെയാണെങ്കിൽ ഇന്റഗ്രൽ സി എഫ് ഓഫ് z ds z is equal to 0 എന്നാണ് നമ്മുടെ കോഷി പറയുന്നത്. കോഷി ഇന്റഗ്രൽ ഫോർമുല യൂസ് ചെയ്താൽ നമുക്ക് ഇത് എളുപ്പത്തിൽ ആൻസർ ചെയ്യാൻ പറ്റും. So the right option is option C. So I think we can wind up here. Thank you guys. ഈ ഒരു ലൈവ് പ്രോഗ്രാം ഇതിൽ വന്ന എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട്. എക്സാം അടുക്കുന്നു. കമന്റ്സ് ഉണ്ട്. If you can address that, I think. ഞാനത് ശ്രദ്ധിച്ചില്ല. എന്തൊക്കെയാണ്? ഓക്കെ, റെസിഡ്യൂ ഓഫ് π/2 എന്ന് പറയുന്നത് +2/π. കഴിഞ്ഞ ക്വസ്റ്റ്യനിലെ ആ ഒരു കൺഫ്യൂഷൻ വന്നപ്പോൾ കമന്റ് ചെയ്തത്. സോ നമുക്കത് നോക്കാം. എവിടെയോ തെറ്റ് പറ്റിയെന്നാണ് അവർ കുട്ടി പറയുന്നത്. യെസ്, റെസിഡ്യൂ ഓഫ് π/2 എന്ന് പറഞ്ഞെടുക്കുന്ന എവിടെയാണ് തെറ്റ് പറ്റിയത്? is -2/π, റെസിഡ്യൂ ഓഫ് -2/π. ഇല്ല, മൾട്ടിപ്ലിക്കേഷൻ അല്ല, നമ്മൾ ആഡ് ചെയ്യാണല്ലോ. ഐ ഡോണ്ട് നോ, ഇവിടെ എഴുതിയിരിക്കുന്ന എനിക്ക് അത്ര കിട്ടുന്നില്ല. റെസിഡ്യൂ അറ്റ് z not equal to π/2 ഇത് തന്നെയാണ് കിട്ടുന്നത്. അപ്പൊ അതും റെസിഡ്യൂ അറ്റ് z not equal to -π/2 -2/π തന്നെയാണ് കിട്ടുന്നത്. സോ അത് രണ്ടും ആഡ് ചെയ്യുമ്പോൾ ഒബ്വിയസ്ലി ഇറ്റ് ഈസ് മോർ -4/π. -2/π റെസിഡ്യൂ ഓഫ് -π/2 is equal to +2/π. +2/π ആണെന്നാണ് പറയുന്നത്. നോക്കാം. സൈൻ ഓഫ് -π/2 എന്ന് പറയുന്നത് -1 തന്നെയാണ് അല്ലെ, ബിക്കോസ് സൈൻ ഓഫ് -x is equal to -sin x. So minus of sin π/2, which is -1. So ഇവിടെയും ആ z വാല്യൂ z0 എന്ന് പറയുന്നത് -π/2 വരുന്നുണ്ട്.
സോ അത് നമ്മളെ ഹെൽപ്പ് ചെയ്തോളും. ഈ മൈനസും ക്യാൻസൽ ആയത് പ്ലസ് ആയിക്കോളും. സോ അങ്ങനെയാണ് ഇവിടെ ഉണ്ടായിരുന്ന മൈനസ് ഇവിടെ വരുമ്പോൾ പ്ലസ് ആവുകയും ഇവിടെ ന്യൂമറേറ്ററിൽ ഉണ്ടായിരുന്ന പ്ലസ് അടുത്ത -π/2 വരുമ്പോൾ വീണ്ടും മൈനസ് ആവുകയും ചെയ്യുന്നത്. സോ അത് തമ്മിൽ ബാലൻസ് ആവും. സോ അതുകൊണ്ട് 0 വരും. എനിക്കറിയില്ല, ഞാൻ തെറ്റിയതായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഇവിടെ എനിക്ക് മനസ്സിലാവുന്നില്ല ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ. അതാണ് പ്രശ്നം. എന്നാണ് ഇവിടെ -1 വരുന്നത്, ഡിവൈഡഡ് ബൈ ഇവിടെ -and it will become +π/2. So this -1 divided by +π/2 is -2π/. കറക്റ്റ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. എനിക്കറിയില്ല, എവിടെയെങ്കിലും തെറ്റ് വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും കറക്റ്റ് ചെയ്തിട്ട് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ഞാൻ ഒന്നുകൂടി ഇത് നോക്കാം. ഓക്കെ, സോ വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? എക്സാക്ട്ലി, ഒരു ഫ്രണ്ട് പറഞ്ഞ കറക്റ്റാണ്. -z എന്ന് പറയുമ്പോൾ -π/2 +π/2 തന്നെയാണ്. അത് ഡിനോമിനേറ്ററിലാണ്. ഓൾറെഡി ന്യൂമറേറ്ററിൽ ഒരു മൈനസ് ഉണ്ട്. So it becomes negative again. So anyway, I think ആ ചോദ്യത്തിന്റെ അത് ക്ലിയർ ആവുന്നില്ല എന്ന് തോന്നുന്നു. മേ ബി നിങ്ങൾ ഒരിക്കൽ കൂടെ ചെയ്ത് നോക്കൂ, ഞാനും ചെയ്ത് നോക്കാം, ആർക്കാണ് തെറ്റ് പറ്റിയെന്ന് നോക്കാം. ഓക്കെ, സോ ഐ തിങ്ക് നമുക്കിവിടെ വൈൻഡപ്പ് ചെയ്യാൻ തോന്നുന്നു. വേറെ എന്തെങ്കിലും കമന്റ്സ് ഉണ്ടോ? യെസ്, വേറെ കമന്റ്സ് ഒന്നും ഇല്ലാന്ന് തോന്നുന്നു ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട്. സോ ഐ തിങ്ക് വി ക്യാൻ വൈൻഡ് അപ്പ് ഹിയർ നൗ. അഡ്മിൻ. യെസ്, അപ്പോൾ അതിൽ കൺഫ്യൂഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇതിപ്പം പറഞ്ഞവർക്ക്, അതായത് 0 കിട്ടിയവർ, ഇഫ് യു കുഡ് വർക്ക് ഔട്ട് ദറ്റ് കംപ്ലീറ്റ് സൊല്യൂഷൻ ആൻഡ് പോസ്റ്റ് ഇറ്റ് ഇൻ ടെലിഗ്രാം ഡിസ്കഷൻ ഗ്രൂപ്പ്, ഐ തിങ്ക് നമുക്കപ്പം ഒന്ന് ക്രോസ് ചെക്ക് ചെയ്യാൻ പറ്റും. ഇവിടാണ് അപ്പം, കാരണം ഈ ചാറ്റിൽ ടൈപ്പ് ചെയ്യുന്നത് നമുക്ക് കാണാനൊരു ചെറിയൊരു പ്രശ്നം വരുന്നതുകൊണ്ട്. സോ പ്ലീസ്, ടെലിഗ്രാം ഡിസ്കഷൻ ഗ്രൂപ്പിൽ ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ലിങ്ക് ഞാനിപ്പോൾ പോസ്റ്റ് ചെയ്യാം. So please post your complete solution in the discussion group. It will be helpful for everybody. Okay, then. Thank you guys. Thank you for attending this online session. So ഇതുപോലത്തെ സെഷൻ ഇനിയും ഉണ്ടാവും. So please do attend. Thank you. ഓക്കെ, അപ്പോൾ എല്ലാവരും ചാനലിൻ്റെ ലിങ്ക് കണ്ടു എന്ന് വിചാരിക്കുന്നു. 2 ലിങ്ക് ഇട്ടിട്ടുണ്ട്. ആദ്യത്തെ ലിങ്ക് ഡിസ്കഷൻ ഗ്രൂപ്പിൻ്റെ ആണ്. അവിടെ നിങ്ങൾക്ക് പോസ്റ്റ് ചെയ്യാൻ പറ്റും. ആൻഡ് നമ്മുടെ ഫ്യൂച്ചർ സെഷൻസിൻ്റെ അനൗൺസ്മെൻറ്റ്സ് അതിൽ സെക്കൻഡ് ലിങ്ക്, അതായത് സ്കൂപ്പർ പെയർ എന്ന് പറയുന്ന ടെലിഗ്രാം ചാനലിലാണ് നമ്മൾ അനൗൺസ്മെൻറ്റ്സ് ഒക്കെ ചെയ്യുന്നത്. ഓക്കെ, സോ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും ഇതേ ലിങ്കുകൾ കൊടുത്തിട്ടുണ്ട്. സോ യു ക്യാൻ ചെക്ക് ഇറ്റ് ഔട്ട്. So let's end the stream here. So thank you everybody for attending.